Hi, good morning, all of you. Good Good morning, morning, sir. sir. Good morning, sir. Good morning, Good morning. അപ്പോൾ എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കുക. നമുക്ക് ക്ലാസ് പതുക്കെ ആരംഭിക്കാം. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. നമ്മുടെ പുതിയ ബാച്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും ഒരു അക്കാദമിക് ക്ലാസ്സും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ നിങ്ങളുടെ, അല്ലേ? ഫസ്റ്റ് ക്ലാസ് അല്ലായിരുന്നോ? അതെ. അപ്പോ നിങ്ങളിപ്പോ ഇതിൽ പഠിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളാണ്. അപ്പൊ വിദ്യാർത്ഥിനികൾ എന്നുള്ള തരത്തിൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും പറയാം, കേട്ടോ? ചോദ്യം 1. പുലിമുരുകനിൽ മുരുകനായി അഭിനയിച്ചത് ആരാണ്? മോഹൻലാൽ. അടുത്ത ചോദ്യം. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? എന്തൊരു നിശബ്ദത! ആരാണത് പറഞ്ഞത്? സനിലയാണ്. സനില. ഗുഡ് ക്ലാപ്പ്. ഓക്കെ. അപ്പോ ഫ്രോയിഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. ആദ്യമേ വെറുതെ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോൺ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ സംശയങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇതിന്റെ പരീക്ഷാ രീതികൾ, എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ, എങ്ങനെയാണ് എക്സാമിന്റെ ബാക്കി തർക്കിപ്പ്, എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്, എങ്ങനെയാണ് പ്രാക്ടിക്കൽസ്, എങ്ങനെയാണ് ഇന്റേൺഷിപ്പ്, എങ്ങനെയാണ് പ്ലേസ്മെന്റ്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യം, എന്താ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാം. വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. കടൽക്കാറ്റിരപ്പുന്നത് പോലെ ഒരു ശബ്ദം അടിച്ചു വരുന്നുണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാൽ ഓക്കെ, റൈറ്റ്, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. 1954 മെയ് മാസം 6-ാം തീയതി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇഫ്ലാൻ റോഡ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്ക്. ആ റോഡ് ട്രാക്ക് വലിയൊരു കായിക മാമാങ്കം നടത്തുകയാണ്. അവിടെ ഒരു മധ്യദൂര ഓട്ടം നടക്കുകയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് ഓണത്തിന്, പെരുന്നാളിന്, ക്രിസ്മസിനും ഒക്കെ മത്സരം, സ്പൂൺ റൈസ് മത്സരം, ചാക്കിലോട്ടം, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ലേ? നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. പങ്കെടുത്തിട്ടില്ലേ? ചാക്കിലോട്ടം കൂടിയാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടൂത്തി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എല്ലാ മത്സരങ്ങൾക്കും എല്ലാവർക്കും സമ്മാനം കിട്ടുകയില്ല. ചാക്കിലോട്ടത്തിലും പോയിട്ടുണ്ടെങ്കിൽ തോറ്റവര് മിക്കവാറും മുട്ടുകുത്തി വീഴ്ചയുണ്ടാകും. പക്ഷെ മറ്റൊരു മത്സരമുണ്ട്, ജയിച്ചാലും തോറ്റാലും ഗുണമുള്ള ഒരു മത്സരം. അതേത് മത്സരം എന്ന് പറയാമോ? നിങ്ങൾ പറയാമോ? അപ്പങ്കടി മത്സരം. അപ്പങ്കടി മത്സരമാണ്. തോറ്റു കഴിഞ്ഞാല്, ജയിച്ചു കഴിഞ്ഞാല് ട്രോഫി കിട്ടും, തോറ്റു കഴിഞ്ഞാൽ അപ്പം കിട്ടും. എന്തായാലും സാധനം ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോ ആ മത്സരം കൊണ്ട് പങ്കെടുക്കാൻ നല്ല രസമുള്ള ഒരു മത്സരമാണ്. തോറ്റാലും ജയിച്ചാലും നമുക്കൊരു വാർഡ് ഇങ്ങോട്ടേക്ക് കിട്ടും. പക്ഷെ 1954 മെയ് മാസം 6-ാം തീയതി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ ട്രാക്കിൽ വെച്ച് നടന്ന മത്സരം ഒരു മധ്യദൂര ഓട്ട മത്സരമായി. അത് മറ്റേതൊരു ദിവസത്തിലെ പോലെ ഒരു സാധാരണമായ ഒരു ദിവസമായിരുന്നു. ഞാനും നിങ്ങളും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റ് വന്ന കുറെ ആളുകൾ അവര് മുഖം കഴുകി, പല്ല് തേച്ച്, പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചു, ഭക്ഷണം കഴിച്ചു. കുറെ പേര് മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നു, കുറെ പേര് മത്സരം കാണാൻ വന്നിരിക്കുന്നു, കുറെ പേര് അവരുടെ കൂടെ വന്നു. മത്സരത്തിന്റെ വെടിയൊച്ച ഒന്നാമത്തെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ വെടിയൊച്ച മുഴങ്ങി. കായിക താരങ്ങൾ എല്ലാവരും നല്ല അയിഞ്ഞിട്ടുള്ള മയമിട്ടിട്ടുള്ള ട്രാക്ക് ഉണ്ടല്ലോ, ട്രാക്കിലേക്ക് തങ്ങളുടെ വലതുകാലുകൾ ചേർത്ത് വെച്ചു നിന്നു. രണ്ടാമത്തെ വെടിയൊച്ചയിൽ അവർ അവരുടെ ഓട്ടം ആരംഭിച്ചു. മറ്റേതൊരു ദിവസത്തെയും പോലെ
സർവസാധാരണമായി പോകേണ്ടിയിരുന്ന ഒരു ചരിത്രം, ഒരു കായിക മത്സരം. കായിക മത്സരങ്ങളുടെ ചരിത്രത്തിലെ എക്കാലത്തെയും അവിസ്മരണീയമായ ഒരു മത്സരമായി അന്ന് അവിടെ തുടക്കം കുറിക്കുകയായി. എന്താ കാരണം? അന്ന് വരെയും ഒരു മനുഷ്യന് ഇടാതിരുന്ന ഒരു റെക്കോർഡ് ആ മത്സരത്തിൽ പിറന്നു. ചില ആളുകൾ കായിക മത്സരത്തൊക്കെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കും. അപ്പൊ ഇതുവരെയും ആരും സ്വന്തമാക്കാത്ത ഒരു നേട്ടം സ്വന്തമാക്കുന്നതിനെയാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാലോ. അങ്ങനെയുള്ള ഒരു നേട്ടം ഒരാൾ നേടി. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന റോഗർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഒരു കായിക താരമായിരുന്നു. നേടിയ നേട്ടം എന്ന് പറയുന്നത് 1 മൈൽ ദൂരം. 1 മൈൽ എന്ന് വെച്ചാൽ 1 കിലോമീറ്ററും 609 മീറ്ററുമാണ്. അത് 3 മിനിറ്റ് 59.4 സെക്കൻഡിൽ ഓടി. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അദ്ദേഹം 3 മിനിറ്റ് 59.4 മിനിറ്റിൽ 4 സെക്കൻഡിൽ അദ്ദേഹം ആ മത്സരം ഓടി ജയിച്ചു. 1 മൈൽ ദൂരം അദ്ദേഹം പിന്നിട്ടു. എന്താണ് റെക്കോർഡ് എന്ന് വെച്ചാൽ അത്രയും വേഗതയിൽ 1 മൈൽ ദൂരം പിന്നിട്ട മറ്റൊരു കായിക താരം മാനവ ചരിത്രത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്നില്ല. ഉണ്ടാകാതിരുന്നതിനുള്ള കാരണം മനഃശാസ്ത്രപരമായ കാരണമായിരുന്നു. ഞാൻ ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയത് അതുകൊണ്ടാണ്. ആ കാരണം മനഃശാസ്ത്രപരമായിരുന്നു. അന്ന് വരെയും മെഡിക്കൽ പ്രൊഫഷണലുകൾ, കായിക താരങ്ങൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു വിദഗ്ധർ, പിന്നെ സർവ്വസാധാരണയായിട്ടുള്ള മുഴുവൻ ജനങ്ങളും അടിയുറച്ച് വിശ്വസിച്ചിരുന്നത് 1 മൈൽ ദൂരം 4 മിനിറ്റിനുള്ളിൽ ഓടിത്തീർത്താൽ ആ ഓടിത്തീർക്കുന്നയാള് ചങ്ക് പൊട്ടി മരിക്കും. നമ്മൾ ചങ്ക് പൊട്ടുക എന്നുള്ള പ്രയോഗം പിന്നെ പലതവണ കേട്ടിട്ടുണ്ട്. ശശിചേട്ടൻ വനജ ചേച്ചിയോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വനജ നീ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല സിനിമകളിലും അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ മെഡിക്കൽ പ്രൊഫഷണലുകളും ഡോക്ടർമാരും സാധാരണ ജനങ്ങളും കായിക താരങ്ങളൊക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസമായിരുന്നു. അസാധ്യം എന്ന് കരുതിയിരുന്ന ഒന്നായിരുന്നു 1 മൈൽ ദൂരം വെറും 4 മിനിറ്റിനുള്ളിൽ ഓടിത്തീർത്തു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും എന്നുള്ളത്. നിങ്ങൾ ഈ കായിക മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ അറ്റാക്ക് വന്ന് പിടഞ്ഞു വീണു മരിക്കുന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? വാർത്തകളിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ കിടക്ക് കുടഞ്ഞു വീണു മരിച്ചു. പ്രധാനമായും ഫുട്ബോൾ മത്സരത്തിലൊക്കെ സംഭവിക്കാറുള്ളത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടെ മലപ്പുറത്ത് അതുപോലൊരു സംഭവം ഉണ്ടായി. 18 വയസ്സുകാരനായിട്ടുള്ള പയ്യൻ ഫുട്ബോൾ കളിക്കടെ അവന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ലോഡ് എടുത്ത് ഒരു അറ്റാക്ക് വന്ന് മരിച്ചതായിട്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. അതുവരെയും ലോകത്താകമാനമുള്ള മൊത്തം രാഷ്ട്രങ്ങളിലും ഉള്ള മുഴുവൻ കായിക താരങ്ങളും ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും എല്ലാവരും വിശ്വസിച്ചിരുന്നത് 1 മൈൽ ദൂരം, ആ 1 മൈൽ ദൂരം ഈ 4 മിനിറ്റിനുള്ളിൽ ഓടി തീർത്താൽ, 4 മിനിറ്റിന് ഉള്ളിലുള്ള ഒരു വേഗതയിൽ ഓടി ഫിനിഷ് ചെയ്താൽ ആ കായിക താരം പിന്നെ ജീവിച്ചിരിക്കുക എന്നായിരുന്നു. റോഗർ ബാനിസ്റ്റർ മത്സരത്തിന്റെ സർവ്വവീര്യവും ലഹരിയും ആത്മാവിലേക്കും ശരീരത്തിലേക്കും തന്റെ കാലുകളിലേക്കും ആവാഹിച്ചുകൊണ്ട് ഓടി ഫിനിഷിംഗ് പോയിന്റിൽ 3.59.4 എന്ന് പറയുന്ന ഒരു റെക്കോർഡിൽ എത്തിച്ചു. അതോടുകൂടി പുതിയൊരു റെക്കോർഡ് നിർമ്മിക്കണം എന്ന് മാത്രമല്ല ഞാൻ ഈ ആ കളിയുടെ കാര്യത്തെ കുറിച്ച് പറയാറ്. മനുഷ്യർ അസാധ്യമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന, നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന, ദൃഢമായി തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു കാര്യത്തെ 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടിത്തീർത്തപ്പോൾ അവിടെ തകർന്നു വീണത് മുമ്പേ പോയ ഒരു കായിക താരത്തിന്റെ റെക്കോർഡ് മാത്രമായിരുന്നില്ല. അന്ന് വരെയും മാനവ സമൂഹവും കായിക ചരിത്രവും കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അബദ്ധജടിലമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതിന്റെ തുടർച്ച എന്താണെന്ന് അറിയാമോ നിങ്ങൾ? അതിന്റെ തുടർച്ച റോഗർ ബാനിസ്റ്റർ ആ ദൂരം ഓടി തീർത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ തൊട്ടുപിറകെ 2000-ഓളം വരുന്ന അത്ലറ്റുകൾ ഇപ്പോൾ ആരക്കോടും ഭേദിച്ചു കഴിഞ്ഞു. മനസ്സിനകത്ത് അസാധ്യമെന്ന് നാം നിശ്ചയിക്കുന്നു ഒരു കാര്യത്തിന്. നാം സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി
വളരെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് കഷ്ടപ്പാടാണെന്ന് വീട്ടില്. അതാത് ദിവസം പണിയെടുത്തുകൊണ്ട് വരുന്ന കൂലി കൊണ്ടാണ് വീട്ടിലത്തെ ദൈനംദിന ചിലവുകൾ നടന്നു പോകുന്നത്. ഒരു ദിവസം പണിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അച്ഛനും അമ്മയും 2 മക്കളും അച്ഛമ്മയും അച്ഛനും ഒക്കെ പട്ടിണിയാണ്. അസാധ്യമായ, പണിയില്ലാതെ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റാത്ത അസാധ്യമായ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലെ എത്ര വിജയ സ്വപ്നങ്ങളെയാണ് നാം എന്റെ ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ്, അതെനിക്ക് അസാധ്യമാണ്, എനിക്കതൊരിക്കലും നേടിയെടുക്കാനായി സാധിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ നിന്ന് നമ്മൾ ഈ അസാധ്യം എന്ന് പറയുന്ന വാക്കിന്റെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് നാം നമ്മുടെ സ്വപ്നങ്ങളെ കെട്ടിയിട്ടുള്ളത്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ചുറ്റുപാടുകൾ ഇങ്ങനെയൊക്കെയാണ്, പറ്റുന്നില്ല, എന്നെ കൊണ്ട് അസാധ്യമാണ്, ഞാനത് ചെയ്യാനില്ല. ഒരു ജോലി നേടുന്നുണ്ട്, സ്വന്തമായി അധ്വാനിച്ച് സാമ്പത്തിക സ്വാശ്രയത്വം നേടി തല ഉയർത്തി പിടിച്ചു നിൽക്കണമെന്നുണ്ട്. ഈ ചുറ്റുപാടിനകത്ത് എന്നെ കൊണ്ട് അത് സാധിക്കും. അസാധ്യങ്ങളുടെ തടവറക്കകത്ത് നാം നമ്മുടെ ലക്ഷ്യത്തിനെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ ഒക്കെ തടവറയിലിട്ട് കൂട്ടിയിരിക്കും. റോജർ ബാനിസ്റ്റർ അന്ന് അവിടെ ആ റെക്കോർഡ് തകർത്തപ്പോൾ ആ റെക്കോർഡ് മാത്രമല്ല തകർന്നു വീണത്, തൊട്ടുപിറകെ വന്ന ഒരുപാട് മനുഷ്യരുടെ മനോഭാവം. അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സാധ്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? നമ്മുടെ ആരുടെയും ജീവിതത്തിലെ അസാധ്യം എന്ന് പറയുന്ന ഒരു വാക്കേ ഒരു കാര്യത്തിലില്ല. നിങ്ങൾ എപ്പോഴാണ് ഈ കാര്യം സാധ്യമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്? എന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരാൻ ഞാൻ ഏതൊക്കെ വരെയും പോകുമെന്ന് എപ്പോഴാണ് നിങ്ങൾ നിശ്ചയിച്ചുറപ്പിക്കുന്നത്? മുതൽ അസാധ്യത്തിന്റെ തടവറകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് ചുവടുവെക്കാനായി നിങ്ങൾക്ക് സാധിക്കും. എന്താണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്? നിങ്ങൾ ടീച്ചർമാരാകാൻ പോകുന്ന ആളുകളല്ലേ, ഒന്ന് പറഞ്ഞാരെങ്കിലും ഒരാൾ എന്താണ് ഒരു മനുഷ്യന്റെ വിജയം കേട്ടെ? എന്താണ് വിജയം? കമോൺ, കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം. പിന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക. എന്താണ്? ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണം. പിന്നെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. പിന്നെ സാമ്പത്തികമായി പറഞ്ഞവര് ചടപട ശബ്ദം വരും. മുന്നിട്ട് നിൽക്കണം. ഓക്കെ, സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാൻ കഴിയണം. സ്വയം പര്യാപ്തമായിട്ട് നിൽക്കണം. മനസ്സിലായി? പിന്നെ നിങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്, എത്തിയിട്ടില്ല, കുറച്ചുകൂടി എത്താൻ. എന്താണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്? സ്വാശ്രയത്വം നേടണം, സാമ്പത്തികമായി മുന്നേറണം, ലക്ഷ്യമുണ്ടായിരിക്കണം, ഒക്കെ ഉണ്ട്. വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിയാവോ? സൊസൈറ്റിയില് സ്വാശ്രയത്വത്തോടു കൂടി ജീവിച്ചാൽ വിജയിയാകുമോ? നിങ്ങളെല്ലാവരും പൊതുവായി പറഞ്ഞ കാര്യങ്ങളിൽ സമ്പത്തിന്റെ കാര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കേട്ടോ. കാരണം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ ഒരു ഫിനാൻഷ്യൽ ഇതായിരിക്കും അല്ലെ? നിങ്ങളൊരു സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലെ? ഞാൻ പറയാം വിജയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മുഴുവൻ നിമിഷങ്ങൾ സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. മനസ്സിലായി? സമ്പത്തുണ്ടായത് കൊണ്ട് സന്തോഷം കിട്ടണമെന്നില്ല, വിജയം കിട്ടണമെന്നില്ല. നാം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷമായിരിക്കാൻ, സ്വസ്ഥമായിരിക്കാൻ, സമാധാനമായിരിക്കാൻ
സമാധാനത്തിന്റെ ഒരു വസന്തകാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് പോലെയുള്ള ഒരു അനുഭവം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് ഈ നിമിഷത്തിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ വിജയികളാണ്. അല്ല, 1 കോടി രൂപ വരുമാനമുണ്ട്, മനസമാധാനമില്ല, സന്തോഷമില്ല, വിജയാവൂല. കുടുംബത്തോട് ഒരുപാട് പേരുണ്ടാവും, മനസമാധാനം ഉണ്ടാവൂല. ചില ആൾക്ക് സമ്പത്തൊന്നും ഉണ്ടാവൂല, പക്ഷെ വളരെ ഹാപ്പിയായി ജീവിക്കണം, വളരെ ഹാപ്പിയായി ജീവിക്കണം. ഇപ്പറഞ്ഞതിനോട് ഹലോ, നിങ്ങൾ യോജിക്കണം. സന്തോഷം, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തെ നേടിയെടുക്കാൻ സാധിക്കും? ആരെങ്കിലും പറഞ്ഞത് സിൻസിയറായിട്ട് പെരുമാറാ, സത്യസന്ധമായിട്ട് സിൻസിയറായി പെരുമാറിയ, സത്യസന്ധരായി പെരുമാറിയ സന്തോഷം ഉണ്ടാകുമോ? അതൊരു ഘടകമാണ് കേട്ടോ. സത്യസന്ധ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുക. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം റോക്കറ്റ് വിട്ട പോലെയാണ്. APJ അബ്ദുൽ കലാം റോക്കറ്റ് വിട്ടില്ലേ, പാഞ്ഞു കുത്തിപ്പോകും. കഞ്ഞി കുടിക്കാനില്ലാത്തപ്പോ കഞ്ഞി കുടിക്കാൻ ആഗ്രഹം, കഞ്ഞി കുടിക്കാനുള്ളപ്പോ ചോറ് തിന്നാൻ ആഗ്രഹം, ചോറ് തിന്നാനുള്ളപ്പോ ബിരിയാണി തിന്നാൻ ആഗ്രഹം, ബിരിയാണി തിന്നാനുള്ളപ്പോ വിമാനത്തിൽ കയറാൻ ആഗ്രഹം, വിമാനത്തിൽ കയറാൻ കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാൻ ആഗ്രഹം, അവിടെ ജീവിക്കാൻ ആഗ്രഹം, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സിറ്റിസൺ ആകാൻ ആഗ്രഹം, അവിടുത്തെ സിറ്റിസൺ ആയി കഴിയുമ്പോൾ അവിടെ ഒരു ഭൂമി മേടിച്ച് വലിയൊരു വീട് വെക്കാൻ ആഗ്രഹം. ആഗ്രഹങ്ങൾക്ക് അതിരുകളേ ഇല്ല. എന്നാ ദുഃഖത്തിന്റെ കാരണം? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തത്വചിന്തകന്മാർ എന്നുള്ളൊരു തത്വചിന്തകനാണ് ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ പറയുന്നത് ദുഃഖത്തിന്റെ കാരണം അജ്ഞതയും ആഗ്രഹമാണ് ദുഃഖത്തിന്റെ കാരണം. ഓക്കെ, അപ്പൊ അതുകൊട്ടെ അടുത്ത സെഷനിൽ അപ്പോ ഹാപ്പി ആയിരിക്കണം. എങ്ങനെയാണ്? How can become a happy life? ചെറിയ കാര്യങ്ങളിൽ തന്നെ താങ്ക്സ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ്. അതൊരു ഘടകമാണ്. ഹാപ്പി ആയിരിക്കാൻ അതൊരു ഘടകമാണ്. ഞാനിതിന് പൊതുവായിട്ടുള്ള നമ്മുടെ സമയപരിമിതി കൊണ്ട് പൊതുവായിട്ടുള്ള കാര്യത്തിനെ ചുരുക്കി പറയാം. ഞാനിതൊന്നും പറയാനല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നോൺ അക്കാദമിക് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാവുന്ന ആളാണ്. ഒറ്റ കാര്യമുള്ളൂ, സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഈസ് എ പ്രാക്ടീസ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ്. അതിന്റെ ഒരു ഭാഗമാണ് റോസ്മേരി. റോസ്മേരി എന്നാണ് പേര് കാണുന്നത്. റോസ്മേരി പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക. മറ്റാരൊരാൾ പറഞ്ഞ പോലെ ഹൃദയം തുറന്ന് സത്യസന്ധമായി പെരുമാറാൻ സാധിക്കുക. അതിലോട്ടുള്ള സന്തോഷത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുവെപ്പുകൾ. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ്. ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന, ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, പ്രാണനെ പോലെ സ്നേഹിക്കുന്ന, ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന നിങ്ങളുടെ ആരാ? നമ്മൾ തന്നെ. നിങ്ങളുടെ ലോകത്തെ സ്നേഹിക്കുന്ന തന്നെയാ. നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെയാണ്. അതെ, നമ്മളെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ തന്നെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഹാപ്പിനെസ് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വരുന്ന ക്ലാസ്സുകൾ ലോകത്തില് ഒട്ടനവധിയായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്നുണ്ട്, HR മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ സ്മാർട്ട് സക്സസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മൾ പല പ്രോഗ്രാംസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത, ഈ കോഴ്സിൽ ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാം തന്നെ പഠിച്ചൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിൽ ചേർന്നവരല്ലേ. ഒന്നുകിൽ ഒരു കാലത്ത്, കുഞ്ഞുകാലത്ത്, നമ്മുടെ ബാല്യകാലത്ത് തോർത്തുമുണ്ട കൊടുത്ത് നമ്മൾ അരയിലൊക്കെ ചുറ്റി പെൻസിൽ എടുത്ത് കരിക്കട്ട എടുത്ത് വീടിന്റെ ചുമരിൽ അക്ഷരം എഴുതി ടീച്ചറമ്മമാരായി നിന്നിട്ടുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷം പേര്.
പക്ഷെ ജീവിതത്തിന്റെ ഏതോ സന്ദർഭങ്ങളിൽ കടന്നു വന്ന വഴികൾ മാറിപ്പോയത് കൊണ്ട് ടീച്ചറാകാനായി സാധിച്ചു. അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, ഒരു ഉത്തരവാദിത്തങ്ങളുടെ ഒരു പെരുമഴ ഓർമ്മ കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്ന് തലി ഉയർത്തിപ്പിടിച്ചു നിൽക്കണം, സ്വാശ്രയത്വത്തോടെ നിൽക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കടന്നു വന്നവരായിരിക്കും ഈ കോഴ്സിനകത്ത് പഠിക്കുന്നത് ഭൂരിപക്ഷം പേര് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നിങ്ങൾ വന്നിട്ടുള്ളത് ഈ കോഴ്സ് പഠിക്കുക എന്നുള്ളത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർമാരിൽ ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ഇപ്പൊ പറയാം. ഇന്ന് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഉള്ള നൂറിഷ ഷാമും ദിവ്യശ്രീയും സനിലയും ജദീജയും സംനയും മിന്നുമോളും റോസ്മേരിയും അനുസജിന അത്രയും പേരിലാണ് ഇതൊക്കെ കാണുന്നത്. നിങ്ങളെ ആയിരിക്കില്ല ഈ കോഴ്സ് കഴിയുന്ന സമയത്ത്. ഇത് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയും. ഈ നിമിഷം വരെയും നിങ്ങളായിരുന്ന നിങ്ങളെ ആയിരിക്കില്ല ഈ മോണ്ടിസോറി കോഴ്സിന്റെ അനുഭവ പാഠങ്ങളെ കൂടി കടന്നു നോക്കുമ്പോൾ ആയിട്ടില്ല. നിങ്ങൾ ഈ ചെടികളുടെ ഒക്കെ ഇടയിൽ അടിയിലിരിക്കുന്ന പുഴുവിനെ കണ്ടിട്ടില്ല? പുഴു, ചിത്രശലഭത്തിന്റെ പുഴുക്കളം. ചിത്രശലഭത്തിന്റെ പുഴു കുറെ എവിടെയിരിക്കും ഇലയുടെ അടിയിൽ. അതിലൊരു ആവരണ മത്ത് തന്നെ ഉണ്ടാകും. ആ സ്റ്റേജിൽ നമ്മൾ പേര് പറയും. ആ സ്റ്റേജ് ആ പുഴു വിചാരിക്കുന്നത് പുഴുവിനൊരു മാറ്റം ഉണ്ടാകുന്നില്ലെന്നാണ്. പക്ഷെ അതിനകത്ത് ആന്തരികമായ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഒരു സുപ്രഭാതത്തിൽ അത് ചിറക് വിടർത്തി ലോകത്താകമാനമുള്ള പൂക്കളിലേക്ക് ഭക്തജലിലേക്ക് കാണുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണിലേക്കും മുഖത്തിലേക്കും സന്തോഷത്തിന്റെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച ചെയ്യുന്ന ആളുകളായിട്ട് പുഴു വിചാരിക്കുന്നത് ഇത് പുഴുവിന്റെ അവസാനമാണെന്നാണ്. പക്ഷെ അത് പുഴുവിന്റെ അവസാനമല്ല, ചിത്രശലഭത്തിന്റെ ആരംഭമാണ്. അതുപോലെ ഈ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് സമൂലമായ ഒരു മാറ്റം വരുത്താവുന്ന, നിങ്ങളുടെ വ്യക്തിത്വത്തിനകത്ത്, നിങ്ങളുടെ ചിന്തകൾക്കകത്ത്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത്, നിശ്ചയിച്ച ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നത് ഒക്കെ വലിയ ഉത്തേജനം പകരുന്ന ഒരു രാസലഹരി പോലെ നിങ്ങൾക്ക് ഒരു ഉത്തേജനം പകരുന്ന ഒന്നായിട്ട് ഈ കോഴ്സ് മാറും. ആ കാര്യത്തിൽ ഉള്ള ഒരു വാക്ക് ഞാൻ ആദ്യമേ തന്നെ പറയാം. നിങ്ങളോട് ആദ്യമായിട്ട് ആ ഒരു പ്രോമിസ് ആണ് എനിക്ക് പറയാനുള്ളത്. ആ പ്രോമിസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളോട്, വീട്ടുകാരോട്, കൂട്ടുകാരോടും ഒക്കെ പെരുമാറുന്ന പെരുമാറ്റ രീതികളിൽ നിങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അന്തർമുഖരായിരിക്കുന്ന, പിന്നാക്കം നിൽക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാവരും മുന്നിലേക്ക് കടന്നു വരും. ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ കസേരകൾ കുറെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ ആ സ്റ്റേജ് ആ പ്രോഗ്രാം പകുതിക്ക് വെച്ചാണ് കയറി ചെല്ലുന്നത്. ഫ്രണ്ടിൽ കുറെ കസേര ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, നടുഭാഗത്തുണ്ട്, പുറകിലുണ്ട്. നിങ്ങൾ ഏത് കസേരയിൽ ഇരിക്കും? ഏത് കസേരയിലിരിക്കും? ഫ്രണ്ടിലിരിക്കുന്ന ആളാകുന്നത് മിന്നുമോളാണോ പറഞ്ഞത്? മിന്നുമോള് ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിലുള്ള കസേരയിൽ ചെന്നിരിക്കും. ഏറ്റവും ആദ്യത്തെ ടോപ്പ് ഫസ്റ്റ് വൺ ആ കസേരയിൽ ഇരിക്കും മിന്നുമോള്. അതൊരു നല്ല ആറ്റിറ്റ്യൂഡാണ്. ബാക്കിയുള്ളവരാ എല്ലാവരും ആ കസേര തന്നെ ഇരിക്കും. ബാക്കിയുള്ള എല്ലാം കൂടെ ആ കസേര ഇരിക്കുന്നുണ്ടെങ്കിൽ മിന്നുമോൾ ഇരുന്ന് പോയി. മിന്നുമോളെ ഓക്കെ. ഒരാൾ തൊട്ട് ബാക്കിലിരിക്കും, കുറച്ചു പേര് നടക്കിരിക്കും, കുറെ പേര് ബാക്കിലിരിക്കും. അതെ, അങ്ങനെ ചിലപ്പോ അടുത്തിരിക്കും. അങ്ങനെയൊക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പുള്ളാട്ട കുട്ടികളെ ഇഷ്ടപ്പെട്ടെന്നാലും ഫ്രണ്ടിലിരിക്കുന്ന ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോ ബാക്കിലിരിക്കുന്ന ആളുകളെ, നടക്കിയിരുന്ന ആളുകളൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സ്. ഇന്നലെ വരെ ദേഷ്യപ്പെട്ടിരുന്ന അമ്മമാരെ, ദേഷ്യപ്പെട്ടിരുന്ന ഭാര്യമാര് അവരുടെ ദേഷ്യത്തിനൊക്കെ ബ്രേക്ക് ചെയ്ത് കളയുന്ന ഈ കോഴ്സിലൂടെ. ഈ കോഴ്സ് എന്ന് പറയുന്നത്, അയ്യോ ഒന്ന് മ്യൂട്ട് ചെയ്തേ സമ്മൺ ബിൻഷ പ്ലീസ് മ്യൂട്ട്. അപ്പോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസം വരാൻ പോകും.
നമ്മുടെ കാലത്തിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, ക്രിസ്തുവിന് മുമ്പെന്നും ക്രിസ്തുവിന് ശേഷമെന്നും അല്ലെ? AD BC അങ്ങനെയല്ലേ തരംതിരിക്കുന്നത്? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിനെ രണ്ടായി തരംതിരിക്കാൻ പോവുകയാണ്. സാധാരണ കേരളത്തിലെ ഈ സ്ത്രീകളുടെ ജീവിതത്തിന് രണ്ടായിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷം, ഇങ്ങനെയാണ് തരംതിരിക്കാനുള്ളത്. രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും. ആ സമയത്ത് പൂത്തുമ്പികളെ പോലെ മാറി നടന്നിട്ടുള്ള ആളുകളാണ് നമ്മളെ. ഏത് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ സ്വപ്നം, കല്യാണം കഴിഞ്ഞതോടുകൂടിയിട്ട് പൂത്തുമ്പിയുടെ രണ്ട് ചിറകൾ കട്ട് ഉത്തരവാദിത്തങ്ങളുടെ വലിയ പെരുമഴക്കകത്ത് നമ്മൾ പറയുന്നതിച്ചു പോയി. വീടിന്റെ ചുവരുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അടുക്കള ചുവരുകൾക്കിടയിൽ പെട്ട് തങ്ങളുടെ ജീവിതം ഒടുങ്ങിപ്പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താലും പണി തീരാത്ത, എന്നാൽ വീട്ടുകാരോട് എന്താണ് കിട്ടിയോൾക്ക് പണിയെന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള വീട്ടമ്മമാരാണ് ഈ കോഴ്സിനകത്ത് ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ ലക്ഷ്യബോധങ്ങളിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഊർജത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രസരിപ്പിന്റെ പുതിയ ഊർജം പകരാൻ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കോഴ്സിന്റെ നോൺ അക്കാദമിക് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് രണ്ട് തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഈ ക്ലാസ്സിൽ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുണ്ട്. ഏതൊക്കെ കോഴ്സാണത്? മോണ്ടിസോറിന്റെ രണ്ട് കോഴ്സുകളുള്ള കുട്ടികളുണ്ട് ഈ ക്ലാസ്സിൽ. ഡിപ്ലോമ സ്റ്റുഡൻസും ഉണ്ട്, PG സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യം നമുക്ക് ഞാനിപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരല്പം കൂടി കൂടുതൽ ശ്രദ്ധ വേണം. അതെന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് സ്മാർട്ട് സ്ത്രീയുടെ വിവിധ സ്റ്റാഫുകളായിരുന്നു. നമുക്ക് PROമാരും ഇത്തരം മാർക്കറ്റിംഗ് സെഷൻ തന്നെ 19 വർക്ക് ചെയ്യുന്ന 5 ഓഫീസുകളുള്ള ചെറുതല്ലാത്ത ഒരു സ്ഥാപനമാണ് സ്മാർട്ട് സ്ത്രീ. ഓക്കെ, അപ്പോ ആ സ്ഥാപനത്തിനകത്ത് ഓരോരുത്തരോടും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയാണെങ്കിലും ചിലപ്പോ ചില സമയത്ത് ആശയവിനിമയത്തിനകത്തോടെ കുറവ് മൂലം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കുറവ് കണ്ടായേക്കാം. അപ്പോ അത്തരം കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായിട്ടുള്ളത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ആധികാരികമായിട്ടുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ല എന്നൊന്നും ആരും പറയേണ്ടതില്ല. ഈ ക്ലാസ് മുഴുവൻ നിങ്ങൾ കേൾക്കുക. ഞാൻ അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും അല്ലട്ടോ പറയുന്നത്. അവർ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ് എത്രയാണ്? 8,000. രജിസ്ട്രേഷൻ ഫീസ് 8,000 രൂപയാണ്. കോഴ്സിന്റെ ഫീസ് 7,000 രൂപയാണ്. ഇൻക്ലൂഡിംഗ് രജിസ്ട്രേഷൻ ഫീസ് ആണ് 8,000 രൂപ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ഒരു കാരണവശാലും തിരിച്ചു നൽകുന്ന ഒരു ഫീസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രേവതി പ്ലീസ് മ്യൂട്ട്. ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിലകത്ത് നിങ്ങൾ കോഴ്സ് ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് നമ്മളൊരു സ്ലോട്ട് ബുക്ക് ചെയ്തിടും. അതിന് വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ. ഓക്കെ, അതിനുവേണ്ടി ചെലവായി പോയ പൈസയാണ്. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു തരില്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതാണ് രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഡിപ്ലോമയ്ക്ക് നമുക്ക് 8,000 രൂപയാണ് ആകെ ഫീസ്. 7,000 രൂപ ട്യൂഷൻ ഫീസ്. അത് മാസം 1,000 രൂപ, മാസം 1,000 രൂപ വീതം അടച്ചാൽ മതിയാകും. അങ്ങനെ 7 മാസക്കാലമായി 7,000 രൂപ നിങ്ങൾ അടച്ചാൽ മതിയാകും. ഓക്കെ, അതേസമയം PGക്ക് ആണെങ്കിലോ, PGക്ക് 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, 11,000 രൂപ ട്യൂഷൻ ഫീസുമാണ്. ആകെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 12,000 രൂപയാണ്. 12,000 ഫീസാണ്. 1,000 രൂപ വീതം 11 മാസക്കാലം അടക്കണം. 1,000 രൂപ വീതം 11 മാസക്കാലം അടച്ചാൽ നിങ്ങൾക്ക് കോഴ്സ് ഫീസ് പൂർത്തിയാക്കാനായി സാധിക്കുന്നതാണ്. അതിനകത്ത് ഈ രണ്ട് ഫീസുകളും ഒരുമിച്ചടക്കാൻ 7,000 രൂപ അടക്കേണ്ടതിന് പകരം 6,000 രൂപ നിങ്ങൾ അടച്ചാൽ മതി. 6,000 രൂപ അടച്ചാൽ PG വിദ്യാർത്ഥികൾ
14,000 രൂപ 11,000 റുപ്പീസ് അടക്കുന്നതിന് പകരം 10,000 റുപ്പീസ് അടച്ചാൽ മതി. ഒരുമിച്ചാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് സമയപരിമിതി ഉണ്ട്. ആ സമയം എന്ന് പറയുന്നത് ഈ മാസം ഒക്ടോബർ 15-ാം തീയതി വരെയാണ്. സോറി, നവംബർ മാസം 15-ാം തീയതി വരെയാണ്. നവംബർ 15-നുള്ളിൽ നിങ്ങൾ പൈസ അടച്ചാൽ, ഒരുമിച്ച് അടച്ചാൽ, ഇത്രയും പൈസ അടച്ചാൽ മതി. 1000 രൂപ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്. എന്താണ് ഡിപ്ലോമയും PG യും തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ പറയാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലോമ ആൻഡ് ഡിപ്ലോമ ഡിഗ്രി കഴിഞ്ഞ അവർക്കും LP വരെ പഠിപ്പിക്കാം എന്നുള്ള ഒരു ഇതാ. ഏതാണ്ടൊക്കെ എന്താ പറഞ്ഞു? ഓക്കെ, പിന്നെ പറയാം. ശരി, ഞാൻ തന്നെ പറയാം. ഡിപ്ലോമ, ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലുള്ള സ്കൂളുകളിലോട്ടുള്ള വേക്കൻസി അതാണ്. മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ 4 വിഭാഗത്തിലുള്ള സ്കൂളുകളിലേക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. ശ്രദ്ധിച്ചു കേട്ട കാര്യം. സ്വകാര്യ മേഖല, പ്രൈവറ്റ് മേഖല, പ്രൈവറ്റ് സെക്ടറിലെ 4 വിഭാഗം. ICSE സ്കൂളുകൾ, CBSE സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ. 4 സ്കൂൾ കേട്ടോ. ICSE, CBSE, അൺഎയ്ഡഡ്, പ്രൈവറ്റ്. ഈ 4 വിഭാഗത്തിൽ പെടുന്ന സ്കൂളുകളിലേക്ക് വേണ്ടി മാത്രമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഡിപ്ലോമ കോഴ്സും PG കോഴ്സും. അത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന എത്രാം ക്ലാസ് വരെയാണ് പഠിപ്പിക്കാൻ സാധിക്കുക? മോണ്ടിസോറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ LKG, UKG. പറയും KG സെഷൻ. KG സെഷൻ, ഡേ കെയർ, ക്ലാസ്, ഈ വിഭാഗത്തിലൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണ് മോണ്ടിസോറി കോഴ്സ്. എന്താണ് നമ്മുടെ ഒരു ബോധ്യം? ഓക്കെ, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക സാഹചര്യം പ്രമാണിച്ച് മോണ്ടിസോറി കഴിഞ്ഞവർക്ക് 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിനുള്ള പ്ലേസ്മെന്റുകൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിൽ, 4ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ ഒക്കെയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദയർ ടീച്ചിങ് പെർഫോമൻസ്. അവരുടെ ടീച്ചിങ് പെർഫോമൻസിന്റെ പോയിട്ടുള്ളത് കിൻഡർ ഗാർട്ടനിലേക്കാണ്. ഇന്റർവ്യൂവിന് പോയിട്ടുള്ളത് അവിടെ ചെന്ന് അവരുടെ ടീച്ചിങ് എബിലിറ്റി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരുപാട് പ്ലേസ്മെന്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ NT8 ബാച്ചിന്റെ കോൺവെക്കേഷൻ പ്രോഗ്രാം ഈ വരുന്ന 22 നവംബർ സാറ്റർഡേ അവിടെ ഹാളിൽ വെച്ചിട്ട് നടക്കുവാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടേ ഇല്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആ ബാച്ചിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് അതിന്റെ ഒരു പ്രധാനപ്പെട്ട റോൾ മോഡലായി തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന തമന്ന ആസിസ്, ഷീസ് ഫ്രം ട്രിവാൻഡ്രം. ആ കുട്ടിക്ക് അറിയാമോ? എന്റെ നൈബറാണ്. ഓക്കെ. ആ കുട്ടിക്ക് ഈ 8ാം പെർഫോമൻസ് ആ ലെവലിലാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരുപാട് ജോലി കിട്ടുന്ന അനുഭവങ്ങളും. നിസിയ അമന്നയുടെ റെക്കമെൻഡേഷന് ചേർന്ന ആളാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇത് ആണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അപ്പോ KG സെഷൻ മാത്രമല്ല, ബാക്കിയുള്ള ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള വലിയ സാധ്യത നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ട്. ഡിപ്ലോമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്ന് ഡിപ്ലോമക്ക് നമ്മൾ +2 പറയുന്നില്ല, 10ാം ക്ലാസ് മതിട്ടോ. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് മോണ്ടിസോറിയുടെ ഡിപ്ലോമ ചെയ്യാനായി സാധിക്കുന്നത്. ഡിപ്ലോമയുടെ കാലാവധി 10 മാസക്കാലമായിരിക്കും. PG കോഴ്സിന്റെ കാലാവധി 11 മാസക്കാലമായിരിക്കും. ഡിപ്ലോമയുടെ കാലാവധി 10 മാസവും PG കോഴ്സിന്റെ കാലാവധി 11 മാസവും ആയിരിക്കും. ക്ലിയർ? ഡിപ്ലോമയ്ക്ക് 7 മൊഡ്യൂൾ 7 പരീക്ഷകളാണ് ഉണ്ടായിരിക്കുന്നത്.
PGക്ക് 9 പരീക്ഷകളാണ് ഉണ്ടായിരിക്കുന്നത്. 7 പരീക്ഷകൾ. PGക്ക് 9 പരീക്ഷകളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഡിപ്ലോമയ്ക്ക് 3 ടെക്സ്റ്റ് ബുക്കുകളും PGക്ക് 5 ടെക്സ്റ്റ് ബുക്കുകളുമാണ് ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ക്ലിയറാ? ഓക്കെ. ഇനി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ആപ്പുകളാണ് വേണ്ടത് എന്നുള്ളതാണ്. എന്തൊക്കെ ആപ്പുകളാണ് വേണ്ടത്? എന്തൊക്കെ ആപ്പുകൾ വേണം പറഞ്ഞാൽ? ക്ലാസ് റൂം, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മീറ്റ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ് ഗൂഗിൾ മീറ്റ്? ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ മീറ്റ് എന്തിനാണ്? ഗൂഗിൾ മീറ്റ് ക്ലാസ് അറ്റൻഡ് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ തലയിലോട്ട് കയറ്റുക. ഗൂഗിൾ മീറ്റ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും കാര്യങ്ങൾ പോലും അറിയില്ലാത്ത ചിലരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്നതുപോലെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ മീറ്റ് ചെയ്യാൻ? ലൈവായി മീറ്റ് ചെയ്യാൻ. ലൈവായി മീറ്റ് ചെയ്യാൻ, അതായത് ലൈവ് ക്ലാസ്സുകളാണ് ഗൂഗിൾ മീറ്റ് വഴി കിട്ടുന്നത്. നിങ്ങളുടെ ക്ലാസ് ടൈം എപ്പോഴാണ്? 10:30 മുതൽ 11:30 വരെയാണ്. ഏതൊക്കെ ദിവസമാണ് നിങ്ങളുടെ ക്ലാസ് നടക്കുന്നത്? തിങ്കൾ മുതൽ വെള്ളി വരെ 10:30 മുതൽ 11:30 വരെ മാത്രമാണ്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പൊതു അവധി ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായിരിക്കുകയില്ല. ശനിയും ഞായറും നിങ്ങൾക്ക് അവധിയായിരിക്കും. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾ 10 മണിക്ക് ഗൂഗിൾ മീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? 10 മണിക്ക് 11:30 ശേഷം 10:30ക്കും 11:30ക്കും ഇടയ്ക്ക് 10:30 മുതൽ 11 വരെയാണ്. അപ്പൊ 11:30 ശേഷം ഈ കുറിച്ചിട്ട് രാവിലെ 10:30 മണിക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ വന്ന് കഴിഞ്ഞപ്പോ 11:30 മണിയായി. അപ്പൊ ആ ചേച്ചിക്ക് ഇപ്പോഴാണ് കുറിച്ചാല് ഫോൺ ബുക്കിൽ പോകുമെന്നല്ലാതെ ലിങ്കിൽ കയറാനായിട്ട് പറ്റുകയില്ല. സമയം 10:30 മുതൽ 11:30 വരെയാണ്. ആ സമയത്ത് തന്നെയാണ് ബുക്കിൽ കയറേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ ആയി. അടുത്ത ചോദ്യമാണ് നിങ്ങളുടെ അപ്പച്ചന്റെ അനിയൻ തോമസ് ഏട്ടന്റെ മോള് ജെസ്സി മോക്കട കല്യാണം എന്ന് ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് രാവിലെ 11 മണി. നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമോ? കല്യാണത്തിന് തോമാസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂല. ജെസിമോളൊക്കെ തിരുത്തി വളർത്തിയതാണ് നിങ്ങൾ. ജെസിമോളുടെ കല്യാണത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ. ജെസിമോളുടെ കല്യാണത്തിന്റെ മിന്നി കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അപ്പോ കൺഫ്യൂഷൻ ആണ് ഇവിടെ. അപ്പൊ അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ? അവിടെ മിന്നിയിട്ട് ഇവിടെ ലൈവ് ക്ലാസ്, അവിടെ മിന്നി എവിടെ പങ്കെടുക്കുന്നത് കൺഫ്യൂഷൻ. നിശ്ചയമായി നമ്മൾ പങ്കെടുക്കുക തോമസ് എളപ്പന്റെ മോഹന കല്യാണത്തിനാണ്. അപ്പൊ ഇവിടെ ക്ലാസ് നമുക്ക് മിസ്സായി പോയി, ഇല്ലേ? ക്ലാസ് മിസ്സായി പോയി. ആ മിസ്സായ ക്ലാസ് എങ്ങനെ കാണും നിങ്ങള്? അതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഗൂഗിൾ മീറ്റിലെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി? ആ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് എപ്പോ കിട്ടും നിങ്ങൾക്ക്? അന്ന് വൈകുന്നേരം കിട്ടുമോ? അന്ന് വൈകുന്നേരം കിട്ടിയാലും നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റൂല. നിങ്ങൾ തോമസ് എളപ്പന്റെ വീട്ടിലിട്ട ഈ ബിരിയാണി ചെമ്പ് കഴുകാനും ചെമ്പ് കഴുകാനും ബാക്കി വന്ന സാധനം ആക്കിയത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ കുറച്ച് നമ്മുടെ വീട്ടിലോട്ടും ഒക്കെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള പണിയിലാക്കി രാത്രി 10 മണി വരെ. പിന്നെ എങ്ങനെയെങ്കിലും വന്നിട്ടൊന്ന് നടുന്ന് കുറച്ച് കിടന്നാൽ മതി എന്നാ നമ്മൾ ചിന്തിക്കുക. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ക്ലാസ് കിട്ടൂല.
കിട്ടില്ല കേട്ടോ, അന്ന് കിട്ടില്ല. ആ ക്ലാസ് കിട്ടുന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പാണ്. പറഞ്ഞ കാര്യം മനസ്സിലായി? ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പായി ലഭിക്കുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ ഒരു ചോദ്യം, ചൊവ്വാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുന്നത്? ശരി, തിങ്കളാഴ്ചത്തെ ക്ലാസ് എന്തിട്ട് നിങ്ങൾക്ക്? ആരെങ്കിലും തിങ്കളാഴ്ചത്തെ ക്ലാസ് എന്ന് കിട്ടും? പ്രവൃത്തി ദിവസം ഏതാ? ചൊവ്വാഴ്ച കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, തിങ്കളാഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഏത് ദിവസം ആയിരിക്കും? വെള്ളിയാഴ്ച തിങ്കളാഴ്ച കിട്ടുന്നത്? തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്താ കാരണം? തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് തന്നാല് നമ്മൾ പറഞ്ഞല്ലോ നിയമം അവിടെ വെച്ച് പൊട്ടിപ്പോയി. ഇന്നത്തെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ്? തൊട്ടടുത്ത പ്രവൃത്തി ദിവസമാണ്. വെള്ളിയാഴ്ചയുടെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം. നിങ്ങൾക്ക് ക്ലാസ് ഇല്ലെന്നേ ഉള്ളൂ ശനിയാഴ്ച. ഇവിടെ പ്രവൃത്തി ദിവസമാണ്, നമ്മൾ ഓഫീസ് വർക്കിംഗ് ആണെന്ന്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് ശനിയാഴ്ച ആയിരിക്കും. ശനിയാഴ്ച അവധികളൊന്നുമില്ല എങ്കിൽ ശനിയാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. ശ്രദ്ധയിൽ വെച്ചേക്കണേ. ചില കുട്ടികളെ തിങ്കളാഴ്ച ഞാനേ എല്ലാവരുടെയും സംശയങ്ങൾ ഞാൻ പറയാം. ഈ ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. ഇപ്പൊ 12 മണിയായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചോ. നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1:30 മണിയാവും കേട്ടോ. 1:30 മണിക്ക് നമ്മുടെ ക്ലാസ് തീരുള്ളൂ. ഓക്കെ? അപ്പോ അതെന്താ സാറേ ഞങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകാൻ അറിയാതെ, അതല്ലേ പറഞ്ഞത്? ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്. പബ്ലിക് ഹോളിഡേയ്സിൽ മാത്രമാണ് നമുക്ക് അവധി ഉണ്ടാവുക. സെക്കൻഡ് സാറ്റർഡേ അതിന് സ്പെഷ്യൽ ഒക്കേഷൻ ആണെങ്കിൽ മാത്രം. സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്. സെക്കൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിപ്ലോമയുടെ കാര്യം പറഞ്ഞു ഞാൻ, പിന്നെ നമ്മുടെ PGയുടെ കാര്യം പറഞ്ഞു, എത്ര പരീക്ഷ പേപ്പറുകളാണ് ഉള്ളത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് 2024 നവംബർ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ കമ്പൽസറിയായി സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ വാങ്ങാത്ത ഒരാളെ ഫൈനൽ എക്സാം എഴുതാനായി അനുവദിക്കുന്നതല്ല. കേട്ടോ, നിങ്ങൾ മുഴുവൻ ഫീസും അടച്ചിട്ട് പഠിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ടില്ല, നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ടുള്ള എലിജിബിൾ ലിസ്റ്റിൽ വരികയില്ല. നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററും ഇൻവെന്ററിയും സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ 3 മാസം കൊടുക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരിലുള്ള സ്റ്റഡി മെറ്റീരിയൽ പേയ്മെന്റ് വന്നതിന്റെ ഡോക്യുമെന്റും നിങ്ങളുടെ പേരിൽ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്പേഴ്സ് ചെയ്തതിന്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ ഇൻവെന്ററിയിലും ഇവിടെ കാണിച്ചെങ്കിൽ മാത്രമേ ഫൈനൽ എക്സാം എഴുതാനായി നിങ്ങൾക്ക് അനുവാദം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. ടെക്സ്റ്റ് ബുക്ക് ആണ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഡിപ്ലോമയ്ക്ക് എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്? 3 ടെക്സ്റ്റ് ബുക്ക്. PGക്കോ 5 ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അപ്പോ ആ 3 ടെക്സ്റ്റ് ബുക്കിൽ 1450 രൂപയാണ്. 1450 രൂപയാണ് ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിന്റെ പ്രൈസ് 1450 ആണ്. ഈ
PG വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് 1850 1850 രൂപയാണ്. ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. ക്ലിയർ. ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണല്ലോ. ഒന്ന്, ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇതിലൊരു മാൻഡേറ്ററി ആണ്. രണ്ടാമത്തേത്, നമ്മള് മോണ്ടിസോറി മേഖലയിൽ നിൽക്കുന്ന എത്ര കാലമായിക്കോട്ടെ അത്രയും കാലവും നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആക്കിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് എക്സാമിന്റെ കാര്യമാണ്. എക്സാമിന്റെ കാര്യത്തിൽ ഈ കോഴ്സ് ഫീസ് നമ്മൾ അടച്ചു. 7 മാസം കൊണ്ട് കോഴ്സ് ഫീസ് അടച്ചു. 10 മാസം കൊണ്ട് PG-ക്കാർ കോഴ്സ് ഫീസ് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടക്കാനുള്ള പ്രധാനപ്പെട്ട ഫീസ് എന്ന് പറയുന്നത് എക്സാം ഫീസ്. എക്സാം ഫീസ് 1600 രൂപയാണ്. 1600 രൂപയാണ് നിങ്ങൾ എക്സാം ഫീസ് അടക്കേണ്ടത്. 1600 രൂപ ഡിപ്ലോമയ്ക്ക്. PG വിദ്യാർത്ഥികൾക്ക് 1800 രൂപയാണ് അടക്കേണ്ടത്. 1800 രൂപ PG വിദ്യാർത്ഥികൾ നിങ്ങൾ എക്സാം ഫീസ് അടക്കേണ്ടതുണ്ട്. അത് ഇപ്പോഴല്ല അടക്കേണ്ടത്, എക്സാമിന്റെ സമയത്ത് അടച്ചാൽ മതിയാകുന്നതാണ്. അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. എക്സാം എന്ന് പറയുന്നത് ലൈവ് എക്സാം ആയിരിക്കും. ലൈവ് ആയിട്ടുള്ള എക്സാം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊഴിലിടത്തിലിരുന്നോ, നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തിരുന്നോ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ടതാണ് എക്സാം എഴുതാനായിട്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയേ വേണം. പക്ഷെ തെറ്റായ ഒരു പരീക്ഷാ രീതികളോ നിങ്ങൾ ആ എക്സാമിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഈ മെയിൻ എക്സാം നടക്കുന്നതിന് മുമ്പായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷെഡ്യൂൾ എക്സാം നടത്തുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. അത് നടത്തുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുന്നതിനും ഒരു റിവിഷൻ എടുക്കുന്നതിനും. രണ്ടാമത്തേത്, ഓൺലൈൻ എക്സാം രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഇപ്പോ മെയിൻ എക്സാം, ഈ മൊഡ്യൂൾ എക്സാമിന് നമ്മൾ മാറായിരുന്നു. പക്ഷെ മെയിൻ എക്സാമിനകത്ത് RSPCA-യുടെയും SDC കാറ്റഗറിയുടെയും 2 പ്രതിനിധികൾ ഷാഡോ ഇൻവിജിലേറ്റർമാരായിട്ടുണ്ടാകും. നിങ്ങളുടെ ലൈവ് സ്ട്രീം വീഡിയോ, ലൈവ് എക്സാം ആണെന്ന് പറഞ്ഞല്ലോ, ആ ലൈവ് സ്ട്രീം വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ആ റെക്കോർഡഡ് വീഡിയോ ഡിറ്റക്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസ് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, നിങ്ങളുടെ ഈ പേര് കണ്ടിട്ട് നിങ്ങൾ നല്ല കുട്ടികളാണ് എനിക്കറിയാം, ഞാനത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും തെറ്റായ ഒരു പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ ആ എക്സാമിൽ നിന്ന് നിങ്ങളെ ഡീബാർ ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയും അത്തരത്തിലുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രാക്ടീസ് പിന്തുടർന്നിട്ടില്ല. ഇവിടെ പഠിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഇതുവരെയും വിജയിച്ചിട്ടുള്ള ചരിത്രമാണുള്ളത്. നിങ്ങളെയും ഉറപ്പായിട്ടും അതുപോലെ തന്നെ ഉജ്ജ്വലമായ മാർക്ക് വാങ്ങി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റലി നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന എക്സാം രീതിയാണ്. അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാട്ടോ. അതൊക്കെ നിങ്ങൾ എളുപ്പത്തിൽ പരീക്ഷ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, എളുപ്പത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. അതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 7 എക്സാമാണ് ഉണ്ടായിരിക്കുക. 7 എക്സാമാണ് ഉണ്ടായിരിക്കുക. ആ 7 എക്സാമിനകത്ത് നിങ്ങൾക്ക് മൊത്തം മാർക്ക് വരുന്നത് 1200-ലാണ്. ഡിപ്ലോമ 1200, PGക്ക് 1400. അതെന്താണ് അങ്ങനെ? കൺഫ്യൂഷൻ ആയി അല്ലെ? 7 പേപ്പറിന് നിങ്ങൾക്ക് 7 പേപ്പറാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. ആ 7 പേപ്പറിലാണ് നിങ്ങൾ, ആ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്കാണ് കിട്ടുന്നത്. 1200 പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്കാണ്. ഇന്ത്യയിലെ മാർക്ക് നിങ്ങൾക്ക് കുറെ അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, ആർട്ട്, പാട്ട്, കൂത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വൈവ എക്സാം ഉണ്ടാവും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്ക് തരുന്നത്. ഇത് കേട്ട് ജോലിയുള്ള ആരും പേടിക്കേണ്ടതില്ല കേട്ടോ. ജോലിയുള്ള ആരും ആശങ്കപ്പെടേണ്ടതില്ല. ജോലിയുള്ള ആളുകളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ടീച്ചർമാര് പറയുന്ന സമയത്തല്ലെങ്കിലും, ടീച്ചർമാർ ഒരു നിശ്ചിത സമയം പറയും, അതിനകത്ത് അസൈൻമെന്റ് ചെയ്യണം, ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയില്ല
എന്നെ വിളിച്ചിട്ട് പറയുക, സാർ എനിക്ക് സമയപരിധി ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അത് നമുക്ക് അനുവദിച്ചു തരാൻ പറ്റുന്ന കാര്യമാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയാവും. എക്സാമിന് നിങ്ങൾക്ക് 50 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 50 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതമാണ് ഉണ്ടാവുക. 2 മാർക്കിന്റെ 50 ചോദ്യങ്ങൾ, അങ്ങനെ 100ലാണ് പരീക്ഷ. ഓരോ വിഷയവും 100 × 7 200. 700 മാർക്ക് നിങ്ങൾക്ക് അക്കാദമിക് എക്സാം എഴുതി നിങ്ങൾ നേടേണ്ടതാണ്. ബാക്കി മാർക്കാണ് നിങ്ങൾ ഇന്റേണൽ എക്സാമിൽ കൂടി നേടേണ്ടത്. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ക്ലിയർ ആണോ? ആണ്. അടുത്ത കാര്യം, നിങ്ങൾ ഏറെ കാത്തിരുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് പറയാനുള്ളത്. നിങ്ങളോട് സത്യസന്ധമായിട്ട് 8000 രൂപക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ള പുസ്തകം നിങ്ങൾ കണ്ട സമയത്ത് ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എന്തായിരുന്നു പറഞ്ഞു? 30,000 രൂപക്ക് 25,000 രൂപക്ക് 40,000 രൂപക്ക് 60,000 രൂപയൊക്കെ മോണ്ടിസോറി പഠിപ്പിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലാണ് വെറും 8,000 രൂപക്ക് 7,000 രൂപക്ക് നമ്മളെ കോഴ്സ് പഠിപ്പിക്കുന്നത്. അത് കണ്ടപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്തായിരുന്നു പറയാമോ? ഒരു ശരിക്കുള്ള കാര്യമാണോ അത്? പൈസ പറ്റിച്ചോണ്ട് പോകുന്ന വിചാരിച്ചു. പൈസ പറ്റിച്ച് കൊണ്ടുപോകും സംസ്കാരെ എന്ന് വിചാരിച്ചു, തട്ടിപ്പാണെന്ന് വിചാരിച്ചു, ഫേക്ക് ആണോന്ന് വിചാരിച്ചു. ആരുടെയെങ്കിലും റെക്കമെൻഡേഷനിൽ കയറിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരാരും അങ്ങനെ ധരിക്കും. ഇപ്പൊ റെക്കമെൻഡേഷനാണ് കയറിയത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നിശ്ചയിച്ച് തട്ടിപ്പാണ് നോക്കുക. പക്ഷെ ആദ്യമായി ഈ പോസ്റ്റർ കാണുന്ന ആൾക്ക് അയ്യോ ഇത് തട്ടിപ്പാണ്, എനിക്ക് ഒരു ദിവസം 8-9 കോള് വരും, ഇത് തട്ടിപ്പാണെന്നാണ് ഇപ്പൊ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഒരു പേജ് ഉണ്ട്, സ്മാർട്ട് ശ്രീ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു പേജ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അതിൽ കയറി അതൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനകത്ത് നമ്മുടെ വീഡിയോസ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടുകാർക്ക് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരും പറയുന്നുണ്ട്. ആ വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, അപ്പോ ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുക തട്ടിപ്പാണ്. കാരണം ഇങ്ങനെ തട്ടിപ്പ് അല്ലെങ്കിൽ ഉമ്മാർക്കെത്താണ് ഉച്ചപ്രാന്താണ്. 30,000 രൂപ പഠിപ്പിക്കുന്ന കൂടുതൽ 7,000 രൂപയ്ക്ക് ഇവർ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന ആശങ്കപ്പെട്ട ആളുകൾ. നമ്മൾ കേരളത്തിനകത്ത് സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം 10 ദിവസം 20 ദിവസം കൊണ്ട് 2,000 രൂപ പോലും തികച്ച് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ആ കുടുംബങ്ങളിലുള്ള ആൾക്കാർ പഠിച്ച് കയറണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഫീസ് പാക്കേജുകളാണ് സ്മാർട്ട് എല്ലാ കാലവും വെച്ചിട്ടുള്ളത്. 1,25,000 രൂപയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ഫീസ്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് 12,000 രൂപ, 12,000 രൂപ ഉൾക്കൊള്ളുന്ന കോഴ്സാണ്. ഓക്കെ, ഞങ്ങൾക്കത് സാധിക്കുന്നത് ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള 10,000 വരുന്ന വിദ്യാർത്ഥിനികളുടെ പിന്തുണകൾ കൊണ്ടാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുടെ പിന്തുണകൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോ 8,000 രൂപ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് ആദ്യമായിട്ടാണ് അന്വേഷിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കില്ലല്ലോ സ്മാർട്സ്. ഇതിനു മുമ്പുള്ള പിന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാകില്ലേ? അന്വേഷിച്ചിട്ടില്ലേ? ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ വലിയ ഫീസ് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ ഫീസ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ ഈ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ആകൃഷ്ടരായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇതിലോട്ട് കടന്നു വരുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് പറയാൻ പോവാട്ടോ. ഒരു കാര്യം കൂടി ഒരുപാട് ഉറപ്പുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഇതല്ല പാലിക്കപ്പെടുന്ന നിശ്ചയമുള്ള ഉറപ്പുകളാണ്. അത് നമുക്കത് ഞങ്ങളുടെ മൊത്തം ടീമിന്റെ, ഞങ്ങളുടെ ടീച്ചർമാർ, ടെക്നിക്കൽ ടീം, നമ്മുടെ ഓഫീസ് ടീം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീം, നമ്മുടെ എക്സാം ടീം, കോൺവെക്കേഷൻ ടീം, അതൊരു 12 വിഭാഗങ്ങളിലായിട്ട് സ്മാർട്സിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ടീം അംഗങ്ങളുടെയും ഓർമ്മയുടെയും ഐക്യത്തിന്റെയും കരുത്ത് ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നിശ്ചയമുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ആ ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചു,
കോഴ്സിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അന്വേഷിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ചേർന്നു. ഇവിടെ ചേർന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചു. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? നിങ്ങളെ നേരത്തെ അന്വേഷിച്ചിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, അയ്യോ ഇല്ല, ഞാനിവിടെ സ്മാർട്സിൽ ചേർന്ന് പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് ആദ്യം വരാൻ പോണ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം? അറിയോ? വാല്യൂ ഇല്ല എന്ന് പറയും. മാറ്റോലെ വേറെ കഥയിലോട്ട് പോകാം. ഒരു കലിങ്കില് 3-4 വെല്ലിച്ചമാരിയിരിക്കുന്നു. ഒരു കലിങ്കില് 4 കറണ്ടാണ്. 3-4 വെല്ലിച്ചമാരിയിരിക്കുന്നു. മൊബൈൽ ഫോണും ലാൻഡ് ഫോണും ഒന്നും ഇല്ലാത്തൊരു കാലം. ആ കാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലെ ഒരു പയ്യൻ, ആ പയ്യനെ നമുക്ക് രാജേഷ് എന്ന് വിളിക്കാം. ഈ രാജേഷിന് വേണ്ടിയിട്ട് വേറൊരു നാട്ടിൽ നിന്നും കല്യാണാലോചന വന്നു. രാജേഷിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നാക്കുന്നുണ്ട്. വന്ന് പഠന വഴിക്ക് കലങ്കിലെത്തി. കലങ്കിലെത്തിയിട്ട് കഴിഞ്ഞപ്പോ 2-3 രാജേഷിനെ കുറിച്ച് മോശമായി ഒരു വാക്ക് പറഞ്ഞില്ല. മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് തോമാശന്റെ ഇത്രേ പറഞ്ഞോളൂ. അവനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണം ഇനി എന്ന് പറഞ്ഞ് തോമാശൻ നിർത്തി. തോമാശൻ അവിടെ എഴുതിയിട്ട് ആ കല്യാണം നടക്കോ മുടങ്ങോ? കല്യാണം മുടങ്ങോ? എന്താ കാരണം? ആ തോമാശൻ പറഞ്ഞു നിർത്തിയതിൽ കാര്യമുണ്ട്. അവനെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം ഇനി എന്ന് പറയുമ്പോൾ അവൻ പിടിച്ച് തല്ല് കൊല്ല് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു ധ്വനി ആട്ടടക്കുന്നത് മനസ്സിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ മുമ്പ് അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ വിളിക്കുമ്പോഴേ അവരെ പറയാൻ പോണത് എന്താണെന്നറിയും. കേട്ടോട്ടാ, ഇത് അതിങ്ങനെയായിരിക്കും കാര്യം. ചേർന്നല്ലേ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിനെ കുറിച്ചുള്ള അന്വേഷിക്കുക. ഇത്ര മാത്രം പറയുള്ളത്. ഇത് കേൾക്കുമ്പോ തുടങ്ങിയിട്ട് ഈ പാവപ്പെട്ട നമ്മുടെ ഉള്ളിലേ ആദ്യം കയറും. നമ്മൾ ഈ 1000 രൂപ ഒരു മാസം അടക്കാനും 1000 രൂപ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമുക്കറിയാം. ചേട്ടായിയുടെ പോക്കറ്റിന് 50 രൂപ 100 രൂപ എടുത്ത് കൂട്ടി വെച്ച് മുളകുണ്ടെങ്കിൽ പരിപ്പാത്രത്തിലല്ല ഇട്ട് വെച്ചാണ് ഒരു മാസത്തെ 1000 രൂപ നമ്മൾ ഇറക്കുന്നത്. ആ 1000 രൂപ കൊണ്ട് പഠിക്കാൻ വരുന്നത് നമ്മളോടാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടാകും നോക്കിക്കൊണ്ടാണ്. അപ്പൊ നമുക്കും തോന്നും എന്ത് സർട്ടിഫിക്കറ്റ് കാര്യമില്ലാത്തതാണോ? നിങ്ങൾ നോക്കിയിട്ട് നടന്നു പോകണം. നിങ്ങൾ നടന്നു പോയിക്കൊണ്ടേക്കും. അപ്പുചേട്ടൻ അവിടെ മാങ്ങ കാട്ടാക്കാണ്. മാങ്ങക്ക് 60 രൂപ വരാം. 60 രൂപ മാങ്ങ 10 മാങ്ങ വിൽക്കാണ്ടാക്കുന്നത് 60 രൂപ വരും. ഇപ്പറം നമ്മുടെ നബീസിത്ത മാങ്ങ വിൽക്കാണ്ടാക്കുന്നത് 20 രൂപ വില. നിങ്ങൾ ഇതിന്റെ നടുക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് എന്തായിരിക്കും മാറ്റം തോന്നുന്നത്? ഒന്ന് പറഞ്ഞേ. കമോൺ പറഞ്ഞേ. നബീസിത്ത് വിൽക്കുന്നത് മോശം മാങ്ങയാണെന്ന് ചിന്തിക്കും 20 രൂപ ഉള്ളതുകൊണ്ട്. നിശ്ചയമായും ചിന്തിക്കും. നബീസിത്ത വിൽക്കുന്ന മാങ്ങ മോശം മാങ്ങയാണ്, പുളിയുള്ളതാണ്, ചീത്തയാണ്, മാട്ടമാങ്ങയാണ് എന്ന് ചിന്തിക്കും. ഒരു തർക്കമില്ല. മനസ്സിലായി? അവിടെ അപ്പുചേട്ടൻ എടുക്കുന്നത് കുറവ് ലാഭമാണ് ചിന്തിക്കുന്ന ആളുകളും വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മള് ഇവിടെ നടത്തുന്ന സ്ട്രാറ്റജി അത് തന്നെയാണ്. നമ്മൾ നാമമാത്രമായ വളരെ മുമ്പിലായിട്ട് പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് വിദ്യാർത്ഥികളെയാണ് ചേർന്നത്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒരു കൊല്ലം ഒരു ബാച്ചിൽ പകുതി പഠിക്കുന്ന പിള്ളേരുടെ അത്രയും പേരിന് ഒരു കൊല്ലം പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അത്രയും ലാഭം എടുത്താലും പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്ര ലാഭം മതി നമുക്ക് പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളാണ്. ഞാൻ പറഞ്ഞു വന്നത് സർട്ടിഫിക്കറ്റിനെ കുറിച്ച്. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സർട്ടിഫിക്കറ്റ് ഏത് സർട്ടിഫിക്കറ്റ്? കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഈ കോഴ്സ് ചെയ്യുമ്പോൾ കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഒരു സർട്ടിഫിക്കറ്റ് അത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് വേറെ പ്രത്യേകിച്ച് 1 രൂപ പോലും നിങ്ങൾ തരേണ്ടതില്ല. എക്സാം ഫീസ് അടച്ചു കഴിഞ്ഞാൽ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSPCA സർട്ടിഫിക്കറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ 7 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. 7 ഫീച്ചേഴ്സ്. ഒന്നാമത്തെ ഫീച്ചർ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSPCA. RSPCA എന്ന് പറഞ്ഞാൽ
ഇന്ത്യയുടെ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്നാണ് അർത്ഥം. ഏതെങ്കിലും നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ? അറിയാമോ? അറിയോ? അറിയൂല? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മറന്നുപോയാക്കുന്നതാ. ഞാനൊരു പേര് പറയാം. BSS, ഭാരത് സേവക് സമാജ്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? വേറൊരു പേര് പറയാം. NCVERT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. കേട്ടിട്ടുണ്ട് നിങ്ങൾ? നിങ്ങളും മറന്നുപോയാക്കുന്നതാണെന്ന്. അതുപോലെ BSS പോലെ NCVERT പോലെ മൂന്നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി, RSDCA, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? അറിയോ? നിങ്ങൾ ശങ്കരൻ ചേട്ടന്റെ കടയിൽ പോയി 6 കോഴിമുട്ട വാങ്ങി. 6 കോഴിമുട്ടക്ക് 6 രൂപ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ ചില്ലറയില്ല. നിങ്ങൾ എന്ത് ചെയ്തു? ഗൂഗിൾ പേ എടുത്തു, സ്കാനർ എടുത്തു, അവിടെയുള്ള QR കോഡ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ പേയ്മെന്റിനുള്ള ഓപ്ഷൻ വന്നു. 36 രൂപ പേയ്മെന്റ് ചെയ്ത് വിട്ടു. അത് ആരുടെ അക്കൗണ്ടിൽ പോയി? അപ്പോൾ ആരുടെ അക്കൗണ്ടിലോട്ട് പോയത്? ചന്ദ്രൻചേട്ടന്റെ അക്കൗണ്ട്. ശങ്കരൻ ചേട്ടന്. വിശന്നിരിക്കണോ നിങ്ങൾ? അല്ല, ഓക്കെ, ശങ്കരൻ ചേട്ടന്റെ അക്കൗണ്ടിലോട്ട് പോകുക പൈസ ഇല്ലേ? അതുപോലെ ഞാനിങ്ങനെ ഏറ്റവും ചെറുതായി പറയുന്നത് വെച്ചാൽ ഏറ്റവും മനസ്സിലാക്കാൻ പോയിട്ടാണോ ഈ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറപറപറാന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പെരുമഴ പെയ്ത് തോർന്ന പോലെ ഇരിക്കും. മഴ പെയ്ത് തോറുമ്പോൾ ആശ്വാസം ഉണ്ടാവില്ലേ നമുക്ക്? അതുപോലെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞാലും നിങ്ങളുടെ ഓൺലൈൻ സാധനം ഓർമ്മയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ ടെക്നിക്കുകൾ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ. അപ്പോ അതുപോലെ ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത്, RSDCയുടെ സർട്ടിഫിക്കറ്റിനകത്ത് ശങ്കരൻ ചേട്ടന്റെ കടയിലുള്ള പോലെ തന്നെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ അത് നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. മനസ്സിലായി? ആ വെബ്സൈറ്റിൽ ചെന്ന് ഈ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും, ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാകും. ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് അവിടെയുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെന്നിട്ട് 36 47 55 എന്നടിച്ചു കൊടുത്താൽ എന്താ സംഭവം എന്നറിയോ? അവിടെ അനേഷ് കൃഷ്ണ, അനു, ബിൻഷ നിഷാദ് നിങ്ങളെയൊക്കെ സുന്ദരമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനുള്ളിലാണ് പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഏത് കോഴ്സ് ചെയ്യുന്നത്? ആ കോഴ്സിന്റെ സിലബസ് എന്തായിരുന്നെന്ന്, ഏത് ടെനർ, ഏത് കാലഘട്ടത്തിലാണ്, ഏത് സമയത്താണ് നിങ്ങൾ ആ കോഴ്സ് ചെയ്തതെന്ന്, നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്തതെന്ന് കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിൽ ഉണ്ടാവും. എവിടാ? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിൽ ഉണ്ടാവും. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകണമെന്ന് ഓസ്ട്രേലിയയിലാണെന്ന് വിചാരിക്കും, ആഫ്രിക്കയിലാണെന്ന് വിചാരിക്കാം. അവിടുത്തെ എംപ്ലോയറിംഗ് സർട്ടിഫിക്കറ്റ് ഇത് നോക്കി ഈ സർട്ടിഫിക്കറ്റിന് ഒറിജിനാലിറ്റി പരിശോധന മൂല്യം അവിടെ മൊബൈലിൽ സ്കാൻ ചെയ്താൽ നേരെ ഈ വെബ്സൈറ്റിൽ നമ്മുടെ മുമ്പിൽ ചിരിച്ചിരിക്കുന്ന അതേ ഫേസ് അവിടെ ആ വെബ്സൈറ്റിൽ കിട്ടും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ആധികാരികമാണ് എന്ന് എംപ്ലോയർക്ക് ലോകത്തിന്റെ ഏത് കോണിലും ബോധ്യപ്പെടാവുന്നതാണ്. അതാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ മൂന്നാമത്തേത് ഒരു ISO സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. എന്താണ് ഇന്ത്യൻ എംബസി? അറിയാമോ നിങ്ങൾ? വിദേശത്തേക്ക് പോകാനുള്ള ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ പൗരത്വം ഒരാളാണ് വിദേശത്തേക്ക് ജോലി നേടിയോ വിദ്യാഭ്യാസത്തിനോ ആയോ പോകുകയാണെങ്കിൽ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക സംവിധാനമാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ ആ ഇന്ത്യൻ എംബസി സർട്ടിഫിക്കറ്റ് ആധികാരികമാണ് എന്ന് അറ്റസ്റ്റ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി തരുന്നത്. നിങ്ങൾ SSLC ബുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പോകൂലേ?
SSLC ടെസ്റ്റ് ചെയ്യാനായിട്ടേ 110 ഗസറ്റഡ് ഓഫീസറൊക്കെ പോകൂലേ? അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു കോപ്പി കൊണ്ടുപോകും. ആ കോപ്പിയും ഈ ഒറിജിനൽ കൂടി വെച്ചിട്ട് ഈ ഗസറ്റഡ് ഓഫീസർ നോക്കും. ട്രൂ കോപ്പിന്ന് പച്ച മഷിയിൽ എഴുതി ഒപ്പിട്ട് തരും നിങ്ങൾക്ക്, ഇല്ലേ? അതുപോലെ ഇന്ത്യൻ എംബസി ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത സാക്ഷ്യപ്പെടുത്തി തരും. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ക്ലിയർ? അടുത്തത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ക്ലിയർ? വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റിന്റെ അതിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SSLCയും +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷനോടൊപ്പം നിങ്ങളുടെ ഈ കോഴ്സിന്റെ യോഗ്യത കൂടി അധികമായി ചേർക്കാൻ പറ്റുന്ന അത്രയും കാര്യമുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെയുണ്ട് UAE അറ്റസ്റ്റേഷൻ, സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായില്ല? മാങ്ങ 20 രൂപക്ക് വിൽക്കുന്ന മാങ്ങ നല്ല രുചിയുള്ളതാണ്, പുളിയില്ലാത്തതാണ്, മധുരമുള്ളതാണ്. വില കുറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഗുണമില്ലാത്തതല്ല. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഈ 6-7 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. അത് SDC കാനഡ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന ഒരു കനേഡിയൻ സർട്ടിഫിക്കറ്റ് ആണ്. അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്, അന്താരാഷ്ട്ര തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. വിദേശ രാഷ്ട്രങ്ങളിൽ സ്കിൽ കോഴ്സുകൾക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വിദേശത്ത് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം മേടിച്ചാൽ മതി കേട്ടോ. അത് നിർബന്ധമില്ല വാങ്ങണമെന്നേ. നമ്മള് വിദേശത്തേക്ക് പോകാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ഓസ്ട്രേലിയയും അമേരിക്കയും മഡഗാസ്കറും USA ഒക്കെ ചുരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ബുർജ് ഖലീഫയിൽ പോയിരുന്നു ചായ കുടിക്കാൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവര് മാത്രം മേടിച്ചാൽ മതി. നമ്മുടെ ചേട്ടായിനൊപ്പം പള്ളിപ്പെരുന്നാളിന് പോയി, ഉത്സവത്തിന് പോയി, അമ്പലക്കുളത്തിലും തൊട്ടടുത്തുള്ള പുഴയിലും നീന്തി കുളിച്ച് കൊച്ചുമക്കളുടെയും അച്ചാച്ചന്റെ അമ്മമ്മയുടെയും ഒപ്പം നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ SDC സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതേ ഇല്ല. പറഞ്ഞ കാര്യം മനസ്സിലായി? അതല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ ശോശ ഗൾഫിൽ പോയി ഒരുപാട് പൈസ ഉണ്ടാക്കി, അവിടെ കഴിയുമ്പോൾ ഞാനും ശോശയെ കൂടി ഒരുമിച്ച് 6ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒരുമിച്ച് പഠിച്ചു. 8ാം ക്ലാസ്സിൽ തോറ്റപ്പോ ശോശ പഠിത്തം നിർത്തി പോയി. ശോശയുടെ ഭാഗ്യം കൊണ്ട് ശോശയുടെ ഏതോ ഒരു ആന്റി ഗൾഫിൽ കൊണ്ടുപോയി. അവിടെയൊക്കെ വീട്ടുപണി കാര്യങ്ങളൊക്കെ എടുത്ത് ശോശ സാമ്പത്തികമായിട്ട് എനിക്ക് ശോശയെ പോലെ ആകണം, വിദേശത്ത് പോകണം, ജോലി നേടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത്തരക്കാര് മാത്രം മേടിച്ചാൽ മതി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ വിദേശത്തേക്ക് പോകാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പ്ലാനില്ല. എക്സാം കഴിയുന്ന സമയത്ത് പ്ലാനില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റിയെങ്കിൽ അന്നേരം സർട്ടിഫിക്കറ്റ് കിട്ടൂല. അപ്പോ SDC സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം വരുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൽ എക്സാം വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ പറയണം എനിക്ക് SDC സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതിന് പ്രത്യേകമായിട്ടൊരു പേയ്മെന്റ് ഉണ്ട്. അതിന് പ്രത്യേകം പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് എന്ന് പറയുന്നത് 1800 രൂപയാണ്. ഡിപ്ലോമക്കാർക്കും PGക്കാർക്കും സെയിം എമൗണ്ട് ആണ്, 1800 രൂപയാണ്. 1800 രൂപ അടച്ചാൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഓക്കെ, ഇതിനൊക്കെ വേറെ കാര്യം കൂടിയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് വിദേശത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണം കേട്ടോ. വാങ്ങണേ. നിങ്ങൾ നേരത്തെ നമ്മുടെ ചേട്ടന്റെ പേര് പറഞ്ഞ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാതെ കല്യാണത്തിന് പോയത് തോമസ് എലപ്പൻ അല്ലെ? തോമസ് എലപ്പന്റെ മോള് സിമോക്കട കല്യാണത്തിൽ നിങ്ങൾ പോയില്ലേ? നിങ്ങൾ കല്യാണത്തിൽ പോയപ്പോ നിങ്ങളെല്ലാവരും ുന്ന സാരിയാക്കാറ് അതുവരെ കാണാത്ത പളപള പിഞ്ഞൊരു സാരി. ആ സാരി നിങ്ങൾ സാധാരണ ഇടുന്ന പോലെ ഇട്ടാക്കുന്നത് ഈ ഇടത് കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് സിംഗിൾ ലെയർ ആയിട്ടുണ്ട്. അതിന്റെ പൊന്താടി ഇങ്ങനെ ഈ കൈ ചുറ്റിയിട്ട് ഇങ്ങനെ ഇടുക. ആ അതമ്മ പതിപ്പിച്ചിട്ടുള്ള മുഴുവൻ സ്റ്റോണുകളും സിൽക്കുകളും ഈ പതിപ്പിച്ചിട്ടുള്ള എല്ലാ ഗിൽറ്റികളും ഒക്കെ ആൾക്കാർക്ക് കാണുന്നത്
അപ്പൊ ഇത് നിങ്ങളെ കയ്യോട് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണേ രാജാക്കന്മാര് മറ്റേ ഇത് കയ്യിലിട്ടിട്ട് നടക്കൂലേ, അതുപോലെ അവരുടെ ഒരു കൈ എപ്പോഴും ഒരു ഹാഫ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ജെസിമോളുടെ ഈ തോമസ് ചേട്ടന്റെ കൈ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ സാരി വെച്ചിട്ട് ഇങ്ങനെ നടക്കാം ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോ ജെസി ഈ പെൺകൊച്ചിന് ഈ കല്യാണത്തിൽ വന്ന് നമുക്ക് ഒരു എൻട്രി കിട്ടണം, ഒരു എൻട്രി എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം, അത് കൊള്ളാല എന്ന് തോന്നും. അതുപോലെ നമ്മൾ വിദേശത്ത് ഒരു രാഷ്ട്രത്തിലോട്ട് ഒരു ജോലിക്ക് പോകുമ്പോൾ ഈ SDC സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടെങ്കിലേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് കിട്ടാനായിട്ട് ഈ SDC സർട്ടിഫിക്കറ്റ് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് SDC സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് ഞാൻ പറയുന്നത്. ആ ഭാഗം കഴിഞ്ഞിട്ടോ. അടുത്തത് ഇപ്പൊ ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞു, ഫീസിന്റെ കാര്യം പറഞ്ഞു, ക്ലാസിന്റെ കാര്യം പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞു. ഇനി പറയാനായിട്ട് പ്രധാനമായിട്ടുള്ളത് 2 ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് ഇന്റേൺഷിപ്പ്, രണ്ടാമത്തേത് പ്ലേസ്മെന്റ്. അല്ലെ, ഇന്റേൺഷിപ്പിന്റെ കാര്യം ഞാൻ പറയാം. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ കോഴ്സ് തുടങ്ങി. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ കോഴ്സുകൾ ബന്ധമുള്ള കാര്യമല്ല. അതെല്ലാവരും ഓർമ്മയിൽ വെച്ചിരിക്കുക. കാരണം ചില ആളുകൾക്ക് ക്യാരിങ് ഒക്കെ ആകുമ്പോൾ ക്യാരിങ് ആയിട്ട് ബെഡ് റെസ്റ്റ് ഉള്ള സമയം ക്രിയേറ്റീവായി ഉപയോഗിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കോഴ്സ് ചേർന്നിട്ടുള്ള ആളുകൾ വേണ്ട. ആ സമയം വെറുതെ കളയരുത്, ക്രിയേറ്റീവായി ഉപയോഗിക്കാം എന്ന് കരുതി ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ വേണ്ട. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവർ അവരാരും ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. ഇന്റേൺഷിപ്പ് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇന്റേൺഷിപ്പ് ഒരു മാൻഡേറ്ററി അല്ല, പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ. നമ്മുടെ ടീച്ചർമാരെ നിങ്ങളോട് പറയും ഇന്റേൺഷിപ്പ് ചെയ്യണം. കാരണം ഒരു ടീച്ചറാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചർ എന്ന് പറയുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോകണം. ആ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറഞ്ഞാൽ മാത്രമാണ് ടീച്ചർമാരെ വിദ്യാർത്ഥികളോട് നേരിട്ട് ക്ലാസ് എടുക്കണം. അത് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഒരു കോഴ്സ് തുടങ്ങി 6 മാസം 8 മാസം പറയും. ആ പറയുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ഓഫീസിൽ ആ PR സെക്ഷനിലെ PR അവരാണ് ഫീസിന് വേണ്ടി വിളിക്കുന്ന ആളുകളോ. ഫീസിന് വേണ്ടി വിളിക്കുന്ന ആളുകൾ ഫീസിന് വേണ്ടി വിളിക്കും. ഒരു ഡേറ്റ്, ഒരു നിശ്ചിത തീയതി നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് ഉണ്ടാവും. അതിനുള്ളിൽ എല്ലാവരും ഫീസ് അടക്കേണ്ടതാണ്. അടക്കുന്നവരെ സംബന്ധിച്ചിട്ട് PR പറയും. അങ്ങനെ പറയുന്ന സമയത്ത് അവരോട് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വേണം, കോൺവെക്കേഷൻ ഇന്റേൺഷിപ്പിന് പങ്കെടുക്കാനായിട്ടുള്ള ഓഫർ ലെറ്റർ വേണം എന്ന് പറഞ്ഞാൽ അവർ ഇട്ട് തരുന്നത്. ആ ഓഫർ ലെറ്റർ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റേൺഷിപ്പ് ചെയ്യാനായി സാധിക്കുന്നതാണ്. ആ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100 കണക്കിന് പേര് അങ്ങനെ ജോലി കയറിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പിനായിട്ട് ചെന്നത് സർട്ടിഫിക്കറ്റ്, ഒരു പെർഫോമൻസ്, വർക്ക് സ്റ്റൈൽ, ഡെഡിക്കേഷൻ, ഇതൊക്കെ ആ ടീച്ചർമാർ ആ മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടു. അവരവിടെ നേരെ പ്ലേസ്ഡ് ആവും. അവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. കോഴ്സ് തുടങ്ങി 8ാം മാസത്തിന് 7ാം മാസത്തേക്ക് ജോലി കിട്ടിയാൽ ഒരുപാട് പേരുണ്ടേ ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് നിർബന്ധമാണ്, ഈ അർത്ഥത്തിൽ നിർബന്ധമാണ്. കാരണം ഇന്റേൺഷിപ്പ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു പ്രാക്ടിക്കലി ഒരു ടീച്ചറായി മാറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങള് പുറത്തു പോയി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചിട്ട് ടീച്ചർമാര് ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുന്ന സമയത്ത് വിശദീകരിച്ച് തരുന്നതാണ്. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചറിനെ കൂടുതൽ മനോഹരികളാക്കി മാറ്റുക. സാധാരണഗതിയില് ഒരു കരിങ്കല്ല് കണ്ടാൽ കരിങ്കല്ലില്ലേ, ഒരു കരിങ്കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കരിങ്കല്ലില് ഒരു ബ്ലോക്കറെ കാണുന്നത് എന്തായിരിക്കും? അത് പറമ്പിന്റെ അതിൽ തെറ്റാനുള്ള ഒരു അതിർത്തി കുറ്റിയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു ശില്പി കാണുന്നത് ആ കരിങ്കല്ലിനകത്ത് സാനഭഞ്ജിക ശില്പത്തിനെയായി. അങ്ങനെ ഒരു ശില്പം അതിനകത്തുണ്ട് എന്ന് ആ ശില്പം ഒറ്റ നോട്ടത്തിൽ ആ കല്ലിനോട് തിരിച്ചറിയും. നമ്മളെ പോലെയുള്ള സാധാരണക്കാരി ആ കല്ലിന് ഒരു അതിർത്തി കുറ്റിയായിട്ട് കാണും. ഇതാണ് വ്യത്യാസം. ടീച്ചർമാരെ സാനഭഞ്ജിക ശില്പത്തിന് വാർത്തെടുക്കുന്നത്
പറയുന്ന ഒരു അനുഭവമാണ്. കുട്ടികളോട് പാട്ട് പാടി കൂട്ടുകൂടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പുതിയൊരു ലോകത്തേക്ക് നമ്മൾ മാറാൻ കുട്ടികൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മാലാഖമാരാണ്. അവരുടെ വഴക്കുകളിൽ പോലും ഒരു നിഷ്കളങ്കത ഉണ്ടാകും. ആ നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണ് മാറാൻ. ഈ കോഴ്സ് ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം ജോലി കിട്ടുക എന്നുള്ളതും സ്വഭാവം മാറുക എന്നുള്ളതൊന്നും അല്ലല്ലോ. അതിനേക്കാളപ്പുറത്തേക്ക് നമ്മുടെ ആയുസ് നമ്മുടെ റാപ്പിലേക്ക് പോകുന്നത് ഒരു തരത്തിലുള്ള ദുശ്ചിന്തകൾ നമ്മളെ അലട്ടുന്നില്ല. നമ്മള് കിഞ്ഞാനം ചെല്ലുന്നത് നമ്മുടെ ഈ കുഞ്ഞുമക്കളോടായിട്ടാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇന്ത്യൻഷിപ്പ് ആ അർത്ഥത്തിൽ നിർബന്ധമാണ്. ഓക്കെ, അടുത്തത് പ്രധാനമായും പറയാനുള്ളത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതുകൂടിയും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു തീരും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. ഈ പ്ലേസ്മെന്റിനകത്ത് നിങ്ങൾ ആരെങ്കിലും 100% പ്ലേസ്മെന്റ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഇപ്പൊ പറയുന്ന ഒരു വാക്കാണ് 100% പ്ലേസ്മെന്റ്. കേട്ടിട്ടുണ്ടോ? എന്താണ് മിസ് ചെയ്യാൻ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം? പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും. ജോലി എങ്ങനെ കിട്ടും? ജോലി അവര് റെക്കമെൻഡ് ചെയ്ത് എവിടെയെങ്കിലും 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഉറപ്പായിട്ട് നമുക്ക് ജോലി സെറ്റാക്കി തരും, റെക്കമെൻഡ് ചെയ്ത് സെറ്റാക്കി തരും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ PR-ഒമാര് നിങ്ങൾ പറഞ്ഞിരുന്ന വാക്ക് ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 100% പ്ലേസ്മെന്റ് എന്നാണോ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണോ? പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. സാറേ എന്റെ പൈസ പോയാ എന്ന് ചിന്തിച്ചു ആരെങ്കിലും? ഞാൻ പറയാം കേട്ടോ, ഒന്ന് കേട്ടോ. ചെറുതായിട്ടല്ലേ? ഓക്കെ, ഞാൻ പറയാം. ഞാനത് വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സംശയം മാറും. നമ്മൾ ഈ ഭാവമൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് ഞങ്ങള് ഒരു വിദ്യാർത്ഥിയുടെയും മനസ്സ് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തെറ്റായ, ഫ്രോഡുലന്റ് ആയ, വഞ്ചനാപരമായ ഒരു ബ്ലൈൻഡ് ഓഫർ കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളെ വീണ്ടും ഒരു കച്ചവടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നേരത്തെ നമ്മൾ മാങ്ങാ കച്ചവടം ചെയ്തു, തോമസ് എലപ്പന്റെ വീട്ടിലെ കല്യാണത്തിന് പോയി, പുഴയിൽ നീന്തി കുളിക്കാൻ പോയി. ഇത്തവണ നമ്മൾ പോകുന്നത് മറ്റൊരു കടയിലേക്കാണ്. സന്തോഷേട്ടന്റെ പച്ചക്കറി കട, തൊട്ടപ്പുറത്ത് 20 മീറ്റർ അപ്പുറത്ത് മേരി ചേച്ചിയുടെ പച്ചക്കറി കട. സന്തോഷേട്ടന്റെ പച്ചക്കറി കടയിൽ ഒരു ദിവസം ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു: 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് സൗജന്യം. 1 കിലോ ബീറ്റ്റൂട്ടിന് വെറും 100 രൂപ മാത്രം. 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയുണ്ട് ഓഫർ? കൊള്ളാമോ? കൊള്ളാം. അവിടെ ഒരു 20 മീറ്റർ കൂടി മാറിയ മടക്ക് ചെല്ലുമ്പോൾ മേരി ചേച്ചിയുടെ കടയുടെ പുറത്ത് ഈ പച്ചക്കറികളുടെ വില പട്ടികിട്ടിട്ടുണ്ട്. തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പടവലം എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോ മേരി ചേച്ചിയുടെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. സന്തോഷേട്ടന്റെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ, അല്ലെങ്കിൽ 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ. രണ്ടും ഒന്നാണ്. ഒന്നാണ്. അവിടെ ഫ്രീ എന്നുള്ളൊരു മൈൻഡ് അവിടെ വരും. റേറ്റ് എല്ലാം ഒരുപോലെയാണ്. സൂക്ഷ്മമായി എടുത്ത് പരിശോധിച്ചാൽ ഇത് രണ്ടും ഒന്നാണ്. മേരി ചേച്ചി 1 കിലോ ബീറ്റ്റൂട്ട് 50 രൂപ കിട്ടുള്ളൂ, ക്യാരറ്റ് 50 രൂപ കിട്ടും. ശങ്കരൻ ചേട്ടൻ അത് പറയുന്ന സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിച്ചു. പറയുന്ന സ്റ്റൈല് മാറ്റിപ്പിടിച്ചിട്ട് 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ എന്തൊരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഫീൽ നമ്മളിൽ ഉണ്ടാകാനായിട്ട് സന്തോഷത്തിന് സാധിച്ചു. ഞാനിനി കാര്യത്തിലോട്ട് വരാം. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോട്ട്. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടോ? നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുകയാണ്. അവിടെ 50,000 രൂപയാണ് PG കോഴ്സിന്റെ ഫീസ്. 50,000 രൂപ.
അവിടെ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ പറയാണ് സി നിങ്ങൾ ഇന്ന് തന്നെ ഫീസ് അടച്ചോട്ടാ, 5000 രൂപ ഇന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്, 100% പ്ലേസ്മെന്റ് ഉണ്ട് കേട്ടോ എന്ന് കേൾക്കുമ്പോഴേ ഈ പാവപ്പെട്ട നമ്മൾ പലരും ധരിക്കുന്നത് 100% പ്ലേസ്മെന്റ് എന്ന് വെച്ചാല് 50,000 ഫീസ് ഇവിടെ സ്മാർട്ട് സിയിൽ 10,000 ഫീസ് ഉള്ളത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്, 100% പ്ലേസ്മെന്റ് ആണ്, ഇവിടെ ജോലി എന്തായാലും കിട്ടും. ഇതാണ് നമ്മൾ ധരിക്കുന്നത്. അതാണ് അടിസ്ഥാനത്തിൽ നമ്മൾ ഫീസ് അടക്കുന്നത്. ഓക്കെ, നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുമ്പോൾ വിളിച്ച് നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് നിങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഒന്ന് പറഞ്ഞു. എന്തറിയാന്ന് ഞാനിങ്ങനെ പറവൂർന്ന് ജയദേവാണ് വിളിക്കുന്നത്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അറിയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ജയദേവ് എന്ന് പറയുന്ന ഒരാള് ഈ നമ്പറിൽ അവരെ വിളിച്ചു എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. ഈ വിളിക്കുന്ന വിദ്യാർത്ഥിയുടെ പെർഫോമൻസ് ലെവൽ അറിയില്ല, അക്കാദമിക് ലെവൽ അറിയില്ല, ഐക്യു ലെവൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിഞ്ഞൂടാ. ഇതൊന്നും അറിയില്ലാത്ത ഒരാളോട് വളരെ ബ്ലൈൻഡ് ആയിട്ടൊരു ഓഫർ പറയാണ് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ഞങ്ങൾ ജോലി റെഡിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുടെ ബ്രദറിലോ എന്ന് വെച്ചാൽ അളിയന്റെ ആയിരിക്കണം ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും റെക്കമെൻഡ് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ലെവലിന്റെയും നമ്മുടെ അക്കാദമിക് മികവിന്റെയും നമ്മുടെ ഐക്യു ലെവലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണെന്ന് ജോലി കിട്ടുന്നത്. ഞങ്ങൾ അങ്ങനെ തെറ്റായിട്ടൊരു ഓഫർ പറയാനായിട്ട് തയ്യാറല്ല. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് തന്നെയാ പറയുന്നത്. പക്ഷെ ആഫ്റ്റർ എഫക്റ്റ് സന്തോഷേട്ടൻ ബീറ്റ്റൂട്ട് വിറ്റ പോലെ, മേരി ചേച്ചി ബീറ്റ്റൂട്ട് വിറ്റ പോലെ രണ്ട് കാര്യവും സെയിം ആണ്. അവര് ചെയ്യുന്നത് എന്താണെന്നറിയോ? കേരളത്തിലെ വിവിധ സ്കൂളുകളിലേക്ക് കോൾ ചെയ്യും, അവിടുത്തെ വേക്കൻസികൾ എടുക്കും, ഇന്റർവ്യൂ 3-ാം തീയതി ഉണ്ട്, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഡേറ്റ് എടുത്തു കഴിയും. അത് ഞങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ഇന്റർവ്യൂ അറിയിക്കുന്നു, അവര് ഞങ്ങൾ പറയുന്നു. ഇന്റർവ്യൂ അവര് പറഞ്ഞു വിടുന്നു, ഞങ്ങൾ അറിയിക്കുന്നു. 100% പ്ലേസ്മെന്റ് പറഞ്ഞവർക്കും ആ ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ. ഡോർ സ്റ്റെപ്പ് വരെ മാത്രമേ ഈ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് തനിച്ച് ചെല്ലേണ്ടതാരാണ്? നിങ്ങളാണ്. അവിടെ കസേര വെച്ച് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതാരാണ്? നിങ്ങളാണ്. അവിടെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാരാണ്? നിങ്ങളാണ്. അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തുടങ്ങേണ്ടതാരാണ്? നിങ്ങളാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് 100% പ്ലേസ്മെന്റ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് നിങ്ങളൊപ്പം കയറി ആ റൂമിലോട്ട് കയറി വരാൻ പറ്റൂല എന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം. അപ്പോ ഞങ്ങളും ആ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു പ്രശ്നം ഈ ഇന്റർവ്യൂവിൽ പാസ്സാകണം. ഈ പാവപ്പെട്ട വീട്ടമ്മമാരാണ്, കുറെ നാളായിട്ട് ഒരു പഠനവും ഇതൊന്നുമില്ലാതെ ഒരു ബന്ധവുമില്ലാതെ ഈ കോഴ്സിൽ പഠിച്ചാൽ തന്നെ ഇതെങ്ങനെ പഠിച്ചെടുക്കുമെന്ന് ആശങ്കപ്പെടുന്ന കുറെ പേരുണ്ടാവും. എങ്കിലും ഉള്ളിലുള്ള അണയാത്ത ജ്വലിക്കുന്ന ഒരു സ്വപ്നത്തെ നേടിയെടുക്കാൻ വേണ്ടി ഞാനിത് നേടിയെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് വന്നാക്കിയ ഉള്ളിൽ ആശങ്ക ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ കടന്നു വന്നാക്കാറുണ്ട്. ചില ആൾക്കാരെ ഫീസ് കുറഞ്ഞത് കൊണ്ടും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ആ ഫീസ് കുറഞ്ഞൊരു കോഴ്സ് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചേരുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ട്, ദീർഘനാൾ പഠനമൊക്കെ ഇല്ലാത്ത ആളുകൾ. അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഇന്റർവ്യൂ ഒരു സ്പെഷ്യൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്നതാണ്. കോഴ്സ് കഴിയുമ്പോഴേ ഇന്റർവ്യൂവിൽ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യണം, എങ്ങനെ വിജയിക്കണം, ഇന്റർവ്യൂ ചെന്നിരിക്കേണ്ടത് എങ്ങനെയാണ്, വീട്ടിലിട്ടുകൊണ്ടിരിക്കുന്ന ചുരിദാർ തന്നെയാണോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ ഇടേണ്ടത്, വീട്ടിൽ നടന്നു കയറുന്നത് പോലെയാണോ ഇന്റർവ്യൂവിലേക്ക് നടന്നു കയറേണ്ടത്, നിങ്ങൾ കെട്ടിയാനോട് നിങ്ങൾ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണോ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ മുമ്പിലിരിക്കുന്ന മാനേജ്മെന്റിന്റെ അധികൃതരോട് നിങ്ങൾ സംസാരിക്കേണ്ടത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം, കൈ എങ്ങനെ വെക്കണം, കാലുകൾ എങ്ങനെ വെക്കണം, ഫയൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ജസ്റ്റേഴ്സ് ഉൾപ്പെടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ നിങ്ങൾ ഐ കോണ്ടാക്റ്റിൽ ഉൾപ്പെടെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത്തരം കാര്യങ്ങളൊരു മോണിറ്ററിംഗ് ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഇന്റർവ്യൂ ഗ്രൂപ്പും ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ഇന്റർവ്യൂകൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് വളരെ ചുരുക്കി പറയാനുള്ളത്. 1.5 മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട്.
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കാര്യം കൂടിയിട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. ഓക്കെ, ചോദിക്കാലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ക്ലിയർ ആകാത്ത ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ക്ലാസ്സിലുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുള്ളൂ. കാരണം ഇനി നമ്മൾ കാണാൻ പോണത് നിങ്ങൾ കോൺവെക്കേഷനോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ ഒരിക്കലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റോ വരുന്ന സമയത്ത് മാത്രമായിരുന്നു. ഓക്കെ, കമോൺ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം, സംശയങ്ങളിലേക്ക് കടക്കാമോ അല്ലേ? കടക്കാമോ? കടക്കാം. ഓക്കെ, അപ്പൊ ഒരൊറ്റ കഥ കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. ഒരൊറ്റ കഥ, ഒരു കുഞ്ഞിക്കഥയാണ്. ഒരു കുഞ്ഞിക്കഥ. ഈ പറയുന്ന കഥ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കണം. ഓർത്ത് വെക്കണം. കാരണം ഓർമ്മയിൽ വെക്കുന്ന കാര്യങ്ങള്, ഈ കഥകളെ നിങ്ങൾ ഓരോ സീനുകളായിട്ട്, ദൃശ്യങ്ങളായിട്ട് കാണണം. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പുലിമുരുകനിൽ മോഹൻലാൽ മുരുകനായി പുലിയെ കൊല്ലുന്ന സീൻ ഉള്ളിലേക്ക് എടുക്കണില്ലേ? അത് നിങ്ങൾ ദൃശ്യമാണ്. ഞാൻ പറയാൻ പോകുന്ന കഥയെ ദൃശ്യമായിട്ട് ഉള്ളിലേക്ക് കാണാൻ ഒരു വലിയ പാട്, ഏക്കർ കണക്കിന് പച്ചക്കളർ വിരിച്ചു നിൽക്കുന്ന ഒരു പാട്. അതിനകത്ത് മുഴുവൻ നെൽച്ചെടികളിലും കതിർമണികളിൽ ഇങ്ങനെ നിൽക്കാണ്. അത് സ്വർണ്ണ കളറിൽ തെളിക്കൊണ്ടിരിക്കാണ്. സൂര്യന്റെ കിരണങ്ങൾ ഈ കതിർകുലകളിൽ വന്ന് ചില്ലി ചിതറുമ്പോൾ അതിങ്ങനെ സ്വർണ്ണമണികളെ പോലെ തിളങ്ങി നിൽക്കുന്നു. പച്ച നിറത്തിലുള്ള പാട്. ആ പാടത്തിന്റെ നടുക്ക് കൂടി ഒരു നടവരമ്പുണ്ട്. ആ നടവരമ്പ് ചെന്നെത്തുന്നത് ഒരു ഓലമേഞ്ഞ കുടിലാണ്. ചാണകം മേഞ്ഞ തറയാണ് അതിനുള്ളത്. ആ തറയുടെ മുകളിലായി ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. സമയം സന്ധ്യയായി. അങ്ങോട്ടേക്ക് 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ. എത്ര വയസ്സ്? 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ. നല്ല കാര്യം ദൃഢമായ ഒരു മുത്തച്ഛൻ. 92 വയസ്സുണ്ടെങ്കിലും നല്ല ആരോഗ്യം. മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളിയായിട്ടുള്ള ഒരു മുത്തച്ഛൻ തന്റെ കലപ്പയും ഒക്കെ ചുമലിലേറ്റിക്കൊണ്ട് നടവരമ്പിലൂടെ കടന്നു വന്നു. മിറ്റത്തേക്ക് വന്നു, ഇറയത്തിന്റെ അടുത്ത് വന്നു. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാൽ കഴുകി കലപ്പ വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. ഇറയത്തെ ബെഞ്ച് വന്നു ഇരുന്നു. ഓക്കെ, മുത്തച്ഛൻ അവിടെ വന്നിരുന്ന് ഈ കലപ്പ കഴുകുന്ന ശബ്ദമൊക്കെ കിടന്നു. അകത്ത് നിന്ന് 35 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ചെറുമകൾ, പേരക്കുട്ടി മുറ്റത്തെ ഈ ഇറയത്തേക്ക് ഒരു കപ്പ് കട്ടൻ ചായയുമായി കടന്നു വന്ന് മുത്തച്ഛൻ നൽകി. മുത്തച്ഛൻ 35 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കട്ടൻ ചായ വാങ്ങി കുടിച്ചു. കുറച്ചു നേരം അവർ ഈ കഥകളൊക്കെ പറഞ്ഞ് കുശലൊക്കെ പറഞ്ഞു. അതാത് ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 92 വയസ്സുള്ള മുത്തച്ഛനോട് 35 വയസ്സുള്ള ഈ പേരക്കുട്ടി പറഞ്ഞു, മുത്തച്ഛ, നമുക്ക് ഇന്നലെ കളിച്ച കളിയുടെ ബാക്കി ഇന്ന് കളിച്ചാലോ? മുത്തച്ഛൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. മുത്തച്ഛൻ പറഞ്ഞു, ആ കളിയായിരുന്നു ആകാശത്ത് പൂത്തു നിൽക്കുന്ന 1000 കോടി വരുന്ന 1000 കാന്താരികളെ പോലെ പൂത്തിറങ്ങിയ നക്ഷത്രങ്ങളെ എണ്ണിയെടുക്കുക എന്നുള്ളതായിരുന്നു. മുത്തച്ഛനും പേരക്കുട്ടിയും ഈ ആകാശത്തിനെ രണ്ടായി പകുത്തു. മനസ്സുകൊണ്ട് രണ്ടായി പകുത്തു. ഇടതെന്നും വലതെന്നും പകുത്തു. വലതുവശത്തുള്ള നക്ഷത്രങ്ങളെ മുത്തച്ഛൻ എണ്ണി തുടങ്ങി. ഇടതുവശത്തുള്ള നക്ഷത്രങ്ങളെ പേരക്കുട്ടി എണ്ണി തുടങ്ങി. 92 വയസ്സുള്ള മുത്തച്ഛനും 35 വയസ്സുള്ള പേരക്കുട്ടിയും കൂടി നക്ഷത്രങ്ങൾ എണ്ണി മുത്തച്ഛൻ അവസാനം 70 നക്ഷത്രങ്ങളെ നീല നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള, വെള്ളിക്കളറിലുള്ള, മഞ്ഞക്കളറിലുള്ള നക്ഷത്രം. പേരക്കുട്ടിയും അതോടൊപ്പം തന്നെ കുറെ നക്ഷത്രങ്ങളെയും. ചില നക്ഷത്രങ്ങൾക്ക് ജ്വലിച്ചു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന പ്രകാശം. മറ്റു ചില നക്ഷത്രങ്ങൾ ഇപ്പോൾ കിട്ടുപോകുമോ എന്ന് ശങ്കിക്കുന്ന രീതിയിലുള്ള മങ്ങിയ നക്ഷത്രം. ഇതിനൊക്കെ എണ്ണിയവർ. പേരക്കുട്ടി 300 നക്ഷത്രങ്ങളെയും മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെയും പേരക്കുട്ടി 300 നക്ഷത്രങ്ങളെയും എണ്ണി. ഈ എണ്ണുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? ഒന്ന് തമ്പിട്ടേ കേക്കട്ടെ. കാണുന്നുണ്ടോ? എല്ലാവരും കണ്ടു. അവരുടെ കളി അവിടെ വെച്ചിട്ട് കഴിഞ്ഞു. നമ്മുടെ കഥയും ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞു. ക്ലിയർ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഈ കഥയിൽ നിന്ന്
ഒന്നും മനസ്സിലായില്ല അല്ലേ? ഈ കഥയിൽ ഞാൻ പറഞ്ഞ നമ്പറുകൾ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കാം. ഓർത്തെടുക്കാമോ? അമ്മാന്റെ ക്രമത്തിൽ തന്നെ ഒന്നിനെ ഓർത്തെടുക്കാമോ? ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ ഒന്ന് ഓർത്ത് പറയാമോ? 700 ഞാൻ നമ്പറുകൾ പറഞ്ഞല്ലോ, ആ നമ്പറുകൾ ഏതൊക്കെയാണ്? 92 വയസ്സുള്ള തൊഴിലാളിയായ മുത്തച്ഛൻ, 32 വയസ്സുള്ള ഒരാൾ പറഞ്ഞു 92 വയസ്സുള്ള തൊഴിലാളിയായ മുത്തച്ഛൻ, 32 വയസ്സുള്ള പേരക്കുട്ടി. ഓക്കെ. അവര് ആകാശത്ത് നക്ഷത്രങ്ങളെ എണ്ണാൻ തുടങ്ങി. വലത് വശം മുത്തച്ഛൻ, ഇടത് സൈഡ് പേരക്കുട്ടി. 700 700 മുത്തച്ഛൻ 700, പേരക്കുട്ടി 300. കാര്യം 700 നക്ഷത്രങ്ങളെ മുത്തച്ഛനെണ്ണി, 300 നക്ഷത്രങ്ങളെ പേരക്കുട്ടി എണ്ണി. കമന്റ് ബോക്സിൽ കമന്റ് വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ഫോൺ നമ്പർ 92 35 700 92 35 700 300 എന്ന് പറയുന്നതാണ് എന്റെ ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ നിങ്ങൾ ആരും ജീവിതത്തിൽ മക്കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയിലൂടെ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ഈ മുത്തച്ഛനെയും പേരക്കുട്ടിയെയും അവരെത്തിയ നക്ഷത്രങ്ങളെയും ഓർത്താൽ മതി. നിങ്ങൾക്ക് ഈ പേര്, ഈ നമ്പർ ഓർമ്മയിലുണ്ടാകും. ഈ നമ്പർ നിങ്ങൾ എല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ ഫോണുകളിൽ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. നിർബന്ധമായും നിങ്ങളുടെ തലച്ചോറിൽ ഇത് ഫീഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ നിർബന്ധമായും സേവ് ചെയ്ത് വെക്കണം. കാരണം ഈ നമ്പറിൽ നിന്നാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് മുഴുവനും നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിടുന്നത്. ഈ നമ്പറിൽ നിന്നാണ്. അപ്പൊ എന്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുകയും നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പൊ നിർബന്ധമായും എല്ലാവരും ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, എന്ത് പരാതികൾ ഉണ്ടെങ്കിലും, എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഇടാം. കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളൊരു ജീവിതത്തിന്റെ ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അടുത്തതായിട്ട് ഡിസിഷൻ എന്തെടുക്കും എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ആശങ്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞു പോയാൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. സ്മാർട്ട് ഷെഡ് ഒരു ഫുൾ ടീം ഉണ്ട്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉജ്ജ്വലരാക്കി നിങ്ങളുടെ വിജയത്തിലേക്ക് കുതിക്കാൻ തയ്യാറുള്ള ആളുകളാക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു ടീം നമുക്കുണ്ട്. അവര് നിങ്ങളെ തിരിച്ചുടനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കാണാത്ത വഴികൾ, നിങ്ങൾ കാണാത്ത പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ, കണ്ടെത്തി തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വിളിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചു വിളിക്കണം. എന്തായാലും ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് സംശയങ്ങളിലേക്ക് പോകാം. ഓരോ സംശയങ്ങൾ ചോദിച്ചു. സംശയങ്ങളൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം. സാർ, എന്റെ പേര് സനില, സ്ഥലം വരാപ്പുഴ. സാർ, എന്റെ സംശയം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കഴിയില്ലേ, ക്ലാസ് കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അതെങ്ങനെയാ ടീച്ചേഴ്സിനോടൊന്ന് ചോദിക്കേ? അപ്പൊ സാറിന്റെ നമ്പർ തന്നെയാണോ വിളിച്ച് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടതൊക്കെ? നല്ല ചോദ്യം. പറയാം. ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് ടൈമിൽ അവസാനത്തെ 10 മിനിറ്റോ അതല്ലെങ്കിൽ ടീച്ചർ അനുവദിക്കുന്ന ഒരു സമയമോ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള സംശയം ഏതാണെന്നും ഏത് പാഠഭാഗത്താണെന്നും ഏത് ടീച്ചർ എടുക്കുന്ന പാഠഭാഗത്തെ എന്ത് സംശയമാണെന്നും ഞാൻ തന്ന എന്റെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർമാര് അതിന്റെ സംശയം ദൂരീകരിച്ച് തരുന്നതായിരിക്കും. ടീച്ചർമാരുടെ നമ്പർ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകുന്നതല്ല. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടോ? 19,000 വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഒരിക്കലും പ്രശ്നം എല്ലാവരും കൂടി വിളിച്ചാൽ 1% ആൾക്കാർ വിളിച്ചാൽ അയ്യായിരം കൂടുതൽ 1% ആൾക്കാർ വിളിച്ചാൽ അപ്പൊ അത് അവരുടെ ഉപദേശം എന്നുള്ളത് കൊണ്ട്
നമ്മള് നമ്പർ കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും, നമ്പർ തരൂ കേട്ടോ. അത് റെസ്ട്രിക്ട് ചെയ്തായിരിക്കും ഞങ്ങൾ തരുന്നത്. അതുവരെയും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ഈ നമ്പറിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ക്ലിയർ? സനില ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. അപ്പൊ കഴിഞ്ഞ ദിവസം ജിഷ മിസ് പറഞ്ഞായിരുന്നു നമ്മളിപ്പോ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ബ്രീഫിംഗ് ചെയ്യണം ആരെങ്കിലും എന്നൊക്കെ. അത് അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കതൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊക്കെ ഞങ്ങൾ എങ്ങനെയാ ചെയ്യണേ? മെയിൻ ഗ്രൂപ്പിൽ അഡ്മിൻ ഓൺലി ആണല്ലോ. മെയിൻ ഗ്രൂപ്പ് അഡ്മിനുള്ളിലാണ്. കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു വസന്തകാലത്തിനുള്ള മണ്ണൊരുക്കി വെച്ചിരിക്കുകയാണ്. മണ്ണെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ വിത്ത് വിതക്കുക, വളമിടുക, വെള്ളം ഒഴിക്കുക, ഒരുപാട് പുഷ്പങ്ങൾ, സന്തോഷത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ ഒരുപാട് വസന്തം നിങ്ങൾക്ക് വരാൻ പോകാൻ ഈ വർഷക്കാലം. ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. നിങ്ങളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ആരംഭിക്കണം. എല്ലാ ബാച്ചുകാരും ആരംഭിച്ചിട്ടുണ്ട്, എല്ലാ ബാച്ചുകാരും. ഓക്കെ, ഇത് ആരംഭിക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ, അതുപോലെ തന്നെ കുറെ പേരൊക്കെ വീക്കായിട്ടുണ്ടാവും, പഠനത്തിലൊക്കെ വീക്കായിട്ടുണ്ടാവും, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഇതുപോലെ ജിഷ മിസ് പറഞ്ഞതുപോലെ ബ്രീഫ് ചെയ്യാൻ, ഓക്കെ, അതിലൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നിശ്ചയമായും നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലും ആ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഒരു പ്രതിനിധിയും നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇത്രമാത്രമാണ്. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കൂ, 50,000 രൂപ നിക്ഷേപിക്കൂ, ചില പരസ്യങ്ങൾ വരും. നമ്മുടെ വിദ്യാർത്ഥികൾ ചിലരെങ്കിലും നിഷ്കളങ്കരായിട്ട് ആ വാട്സപ്പിലോട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് തരും. മനസ്സിലായി? 5,000 രൂപയ്ക്ക് ഇന്ന് ചേരൂ, 3 ആളെ ചേർക്കൂ, 1 കോടി 1 വർഷത്തിനുള്ളിൽ. ഇങ്ങനത്തെ കുറെ സ്കീമുകൾ ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ഒരു തരത്തിലുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള, മീൻസ് ഈ അക്കാദമിക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സൗഹൃദ പങ്കുവെക്കലല്ലാതെ തെറ്റായിട്ടുള്ള വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യങ്ങളോ വേറെ ഏതെങ്കിലും, നമ്മുടെ ഈ കോഴ്സിനകത്ത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും കരാറുണ്ട്. അവരെന്നിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ നമ്പർ എടുത്തിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ അപ്പത്തിന് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സൗഹൃദമൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഈ കോഴ്സിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ അന്യരായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് സനില, 2 സ്ഥലം പറഞ്ഞോളൂ. അങ്ങനെ പല പല ദിക്കുകളിലുള്ള ആളുകൾ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരായിട്ട് നിങ്ങൾ പരസ്പരം മാറും. നമ്മൾ ഇതുവരെയുള്ള മോണ്ടിസോറിയുടെ അനുഭവം അതാണ്. നിങ്ങൾ 19-ാമത്തെയും 20-ാമത്തെയും ബാച്ചാണ് നമ്മുടെ മോണ്ടിസോറി ബാച്ച്. അതിലൊക്കെ സ്നേഹവും ഇതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ മാറും. അങ്ങനെ മാറുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് നല്ലതാണ്. അങ്ങനെ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും. അതിൽ ആരെങ്കിലും 1-2 ആൾക്കാർ മുൻകൈ എടുത്തിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യണം കേട്ടോ. ക്ലിയർ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, ഒരു സംശയം. എക്സാം വീട്ടിലിരുന്ന് എഴുതാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ വാല്യുവേഷൻ എങ്ങനെയായിരിക്കും? വാല്യുവേഷൻ നോക്കി മാർക്ക് അറിയണല്ലോ. പറയാം. നിങ്ങള് എക്സാം വീട്ടിലിരുന്നാണ് എഴുതുന്നത്. വീട്ടിലിരുന്ന് എഴുതുന്നത് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഗൂഗിൾ ഫോം വഴി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ആ ഗൂഗിൾ ഫോമിൽ ഒരു ചോദ്യം 4 ഉത്തരം ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. അത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സർവറിൽ അത് കൊണ്ടാകും. അവിടെ അതിന്റെ വാല്യുവേഷൻ ടീച്ചർമാർ അതിന്റെ വാല്യുവേഷൻ നടത്തി അതിന്റെ മാർക്ക് ഇടും. മാർക്ക് ഇട്ടിട്ട് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ക്ലിയർ ആയോ സാർ? ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. സാർ, ഈ ടെസ്റ്റ് 1400 എന്ന് പറഞ്ഞത്
അതിലൊന്നും കേൾക്കുന്നില്ല. ടെസ്റ്റ് അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്നോന്ന് പറഞ്ഞില്ലേ, അതിന്റെ ടെസ്റ്റും എല്ലാം കൂടി ചേർത്താണോ 1400? അസൈൻമെന്റുകൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അതിൽ വേറെ കാണേണ്ടതില്ല. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കേണ്ടി വരുമോ? വേറെ ബിഎഡ് കോഴ്സ്, ഡിഎഡ് കോഴ്സ്, മോണ്ടിസോറി കോഴ്സ്, ഇതെല്ലാം പ്രൊജക്ടുകളും അസൈൻമെന്റുകളും ഉണ്ട്. 2-3 റെക്കോർഡുകളുണ്ട്. ആ റെക്കോർഡുകൾ നിങ്ങൾ മേടിക്കേണ്ടി വരും. ഹലോ, അതെന്തോ 150 രൂപയൊക്കെ വിലയുള്ള റെക്കോർഡുകളുണ്ട്. അത് ടീച്ചർ അത് ഒരുമിച്ച് വാങ്ങുന്നതല്ല. ടീച്ചർമാര് പറയുള്ളൂ നിങ്ങളോട് അസൈൻമെന്റ് ആക്ടിവിറ്റി ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ടീച്ചർമാരാകാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് കാണാപ്പാഠം വായിച്ച് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് അല്ല കേട്ടോ. അസൈൻമെന്റുകൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊന്നും വലിയ രീതിയിൽ ഉണ്ടാക്കൂല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്താൽ മതിയാവും. അത് ആ സമയത്ത് ടീച്ചർമാർ പറയും അതിപ്പോഴൊന്നും ഇല്ല, കുറെ കഴിയുന്നതാണ് കേട്ടോ. ഓക്കെ. ഹലോ സർ. ഞാനിട്ടോ. ഹലോ, എൻ്റെ പേര് കവിത, ഞാൻ വലച്ചിറന്നാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ട് ക്ലാസ് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോ ഇനിയിപ്പോ ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് കാണാനായിട്ട് നാളെ ഉച്ച 2 മണിക്ക് അല്ലേ ഇനി ക്ലാസ് കിട്ടുള്ളൂ? അപ്പൊ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ടാണോ ആ ക്ലാസ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവുക? എങ്ങനെയാ അത് ഡേറ്റ് അശ്വതി രഞ്ജിത്ത് മിസ്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ജയദേവ് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അതിന്റെ പേര് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ സാർ. സാറേ, എൻ്റെ പേര് അമൃതയാണ്. ഹലോ സാറ് കേൾക്കുന്നുണ്ടോ? പിന്നെ ഈ ഫീസ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 15 ദിവസത്തിനുള്ളിൽ 6000 രൂപ ഡിപ്ലോമ കോഴ്സിന്റെ? അതെങ്ങനെയാണ് സാറേ? മൊത്തം കെട്ടാനാണോ? ഒരുമിച്ച് വെക്കാൻ താല്പര്യമുള്ളവർക്ക്, കയ്യിൽ പണമുള്ളവർക്ക് 1 ടൈം ആയിട്ട് അടച്ചാൽ 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അല്ലാത്തവര് മാസം 1000 രൂപ വെച്ച് അടച്ചാലും മതി. ഓക്കെ സാറേ, ഓക്കെ. മാസം 1000 രൂപ വെച്ച് അടച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ ഒരുമിച്ച് അടക്കാൻ അങ്ങനെ ആദ്യം സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടും, ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങള് സർവീസ് തന്നിട്ട് നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. കേരളത്തിൽ കേട്ടോ. ഫീസ് അടച്ചാൽ മതി. ഓക്കെ സാർ. പിന്നെ മാസത്തില് ഫീസ് കെട്ടുന്നില്ല, അത് ഡേറ്റ് ഒക്കെ സാറേ? എന്തോ 1000 വെച്ച് കെട്ടുന്നില്ലേ മാസത്തില്? അതിന്റെ ഡേറ്റ് മാസം ലാസ്റ്റ്? അതിന്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. അതിന്റെ ഡേറ്റ് നിശ്ചയിച്ച് നമ്മുടെ പിആർഒമാരെ നിങ്ങളെ വിളിക്കും. പേയ്മെന്റ് സെക്ഷനിലുള്ള പിആർഒമാരുണ്ട്, അവരെ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു തരും. ഓക്കെ സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിച്ചോട്ടെ. ഒരു സംശയവും ഇല്ലാത്തത് 2 കൂട്ടം. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. 2 പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കിയവരുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നത്. കാരണം ഒരു സംശയവും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സാറ്, ഫോൺ നമ്പർ ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ മറന്നുപോയി. ഫോൺ നമ്പർ ലാസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ മറന്നുപോയി. 300 പേരക്കുട്ടി 300 നക്ഷത്രം 300 300 9232 700 300. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? സംശയങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോ ആർക്കും സംശയങ്ങളില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംശയങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതിയാകും. വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കാം. ഏത് സമയത്ത് വേണമെങ്കിൽ വിളിക്കാട്ടോ. ഞാൻ രാത്രി 11-11:30 വരെയൊക്കെ ഓൺലൈനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോൺ എന്റെ കയ്യിൽ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ പുതിയൊരു പൂക്കാലത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പൂക്കാലം ഇതുവരെയും നമ്മൾ അനുഭവിക്കാത്ത ഒരു പൂക്കാലമായി മുക്കുന്നുകാവുള്ള പൂക്കുന്ന കഞ്ഞി പൂക്കുന്നു തെങ്ങാവ് പറയുന്നതുപോലെ എന്തൊരുന്മേഷങ്ങളിൽ എന്തൊരുത്സാഹമാണ് കളികളിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ നേടിയതാണ് ശക്തികൾ. ഇന്ന് വയനാട് പാടിയതുപോലെ ഉജ്ജ്വലമായിട്ടുള്ള ശക്തിയും ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യബോധം, ഉജ്ജ്വലമായ വർണ്ണാഭമായ ഒരു സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും വസന്തകാലവും നേടാൻ നമ്മുടെ ഈ വിദ്യാർത്ഥിനികൾക്ക് ഈ മോണ്ടിസോറി 19th ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സി യു. Thank you, sir. Thank you so much. Thank you, sir. Thank you so much. Thank you, sir. Thank you.